നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് മുൻപായിട്ട് ഞാൻ അബീൽ സാറിനെ പരിപാടി തുടങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. സാർ സംസാരിക്കാം. ഹലോ ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. ടീം ഇൻക്യുബേഷനും മൈത്രിയുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു LLB ഓറിയന്റേഷൻ പ്രോഗ്രാമിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമുക്കറിയാം, ഇന്ത്യയിലെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള കോഴ്സുകളിലൊന്നാണ് ലോ കോഴ്സുകൾ, LLB പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. LLB പ്രോഗ്രാംസിൽ ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊന്നായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് സീറ്റുകളുള്ള, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട വ്യത്യസ്ത മേഖലയിൽ സുപ്രീം കോടതിയിലെ അഭിഭാഷകരെയൊക്കെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ലോ ഡിപ്പാർട്ട്മെന്റ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലോ ഡിപ്പാർട്ട്മെന്റിനെ സ്പെഷ്യലി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വെബിനാറാണ് ഇന്നത്തെ ദിവസം നടക്കാൻ വേണ്ടി പോകുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ DUവിലെ തന്നെ അവിടുത്തെ സ്റ്റുഡൻസും അലുമിനീസും ഒക്കെ ആയിട്ടുള്ള ഈ മേഖലയിൽ ലോ ഓറിയന്റേഷൻസ് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുന്ന അത്തരം പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കാനുള്ളത്. ഒന്ന് മിസ്റ്റർ മുഹമ്മദ് ഇജാസ്, അതുപോലെ തന്നെ മിസ്റ്റർ മാറൂഫ്, രണ്ടുപേരും ഇന്നത്തെ ഒരു സെഷനിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഞാൻ ടീം ഇൻക്യുബേഷനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സ്പീക്കേഴ്സിലേക്ക് കൈമാറാൻ കരുതുന്നു. ടീം ഇൻക്യുബേഷൻ കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യയിലെ വ്യത്യസ്ത സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും പ്രീപെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും വിദ്യാർത്ഥികളെ അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം, കോച്ചിങ്, ഗൈഡൻസ്, കരിയർ സംബന്ധമായ സപ്പോർട്ടുകൾ കൊടുക്കുക, അതുപോലെ തന്നെ മറ്റ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഫോം ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ് ടീം ഇൻക്യുബേഷൻ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജാമ്യയിലും അലിഗഡിലും JNUയിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നമ്മുടെ വിദ്യാർത്ഥികൾ വ്യത്യസ്ത കോഴ്സുകളിലായി പഠിക്കുകയും ടീം ഇൻക്യുബേഷനോട് സഹകരിച്ചുകൊണ്ട് വോളണ്ടിയറിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ലോ പഠിക്കണം, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകളായിരിക്കും. ഇൻക്യുബേഷൻ ഇത്തരം ആളുകൾക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക, അത്തരം ആളുകൾക്ക് ഓറിയന്റേഷൻസ് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഫോം ആയിട്ടുള്ളത്. ഇതിന്റെ ബിഹൈൻഡ് ഉള്ള ആളുകളെല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ ആളുകളാണ്. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണ്. JNUവിൽ നിന്നും ജാമ്യ മില്ലിയയിൽ നിന്നൊക്കെയുള്ള കഴിഞ്ഞ ആളുകളാണ് ഇത് ഫോം ചെയ്യുന്നത്. നമ്മളിത് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് മുമ്പിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിറകിൽ വരുന്ന ആളുകൾക്കും അത്തരം എക്സ്പോഷർ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഗതി ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ സ്വഭാവത്തിൽ അതിനെക്കുറിച്ച് അറിയുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ആ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. പ്രത്യേകിച്ച് ലോയെ സംബന്ധിച്ചിടത്തോളം ലോയിൽ 5 year LLB, 3 year LLB പ്രോഗ്രാംസുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് സംവിധാനം, പ്രീമിയർ എൻട്രൻസ് പ്രിപ്പറേഷൻ പ്രോഗ്രാം എന്നുള്ള പേരിൽ നമ്മൾ അതിന്റെ കോച്ചിങ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൂടി ഇന്നത്തെ ഒരു സെഷനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. മൈത്രി നമ്മുടെ ഈ ഒരു മൈത്രിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ സംഘടിപ്പിക്കുന്നത്. മൈത്രിയുമായി വ്യത്യസ്ത സ്വഭാവത്തിൽ ഇൻക്യുബേഷൻ സഹകരിക്കുന്നുണ്ട്. ആ രൂപത്തിൽ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അസോസിയേറ്റ് ചെയ്ത് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ. നിങ്ങൾ അവസാനം വരെ ഇന്നത്തെ ഒരു സെഷനിൽ ഇരിക്കണം. കൃത്യമായി നിങ്ങളുടെ സംശയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് പ്രത്യേകം ആവശ്യപ്പെടുക കൂടി ചെയ്യാണ്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഇന്നത്തെ ഒരു വെബിനാറിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, Emil, please. സാർ സ്പീക്കേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ മൈത്രിയും ടീം ഇൻക്യുബേഷനും ചേർന്നിട്ടാണ് ഇന്നത്തെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. LLB ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. അപ്പം മൈത്രി ടീം ഇൻക്യുബേഷനുമായിട്ട് കഴിഞ്ഞ 14-ാം തീയതി CUET-യുടെ ആദ്യത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞിരുന്നു. ഇത് രണ്ടാമത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. LLB ഫോക്കസ്ഡ് ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. അപ്പം പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ്. അപ്പം ആദ്യമായിട്ട് തന്നെ ഞാൻ മറൂഫിനെ പ്രോഗ്രാം
സ്പീക്കറായിട്ട് ക്ഷണിക്കുന്നു. സാർ കേൾക്കാമല്ലേ? കേൾക്കാം സാർ. എന്റെ പേര് മാറൂഫ്. ഇത് ഇപ്പം തേർഡ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും ഒക്കെ ഉണ്ടോ എമ്മിൽ? ആരൊക്കെയാണ് ഉള്ളത് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളതില്? തേർഡ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും ഒക്കെ ഉണ്ട്. കൂടുതലും തേർഡ് ഇയേഴ്സ് ആണ്. ഓക്കെ. ഇതില് ഫൈനൽ ഇയേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഒരു ഹായ് അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഇപ്രാവശ്യം ഡിഗ്രി ഫൈനൽ ഇയർ ലൈക്ക് ഇപ്പൊ ഗ്രാജുവേറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ. പിന്നെ ഇൻ ബിറ്റ്വീനിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, എൻ്റെ പേര് മാറൂഫ്. ഞാനിപ്പോൾ ലോ ഫാക്കൽറ്റി ഫൈനൽ ഇയർ ആണ്. ഫൈനൽ സെമസ്റ്റർ ഇപ്പോൾ കഴിയാറായി. അപ്പോൾ പ്ലസ് ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. ബികോം ആയിരുന്നു ഡിഗ്രി. അതിനുശേഷം ലോ ഫാക്കൽറ്റിയിൽ 3 ഇയർ LLBക്ക് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ 6 വർഷമായി ഡൽഹിയിൽ. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ മൈത്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും അല്ലെ? DU സ്റ്റുഡൻസ് തന്നെയായിരിക്കും വിശ്വസിക്കുന്ന, അല്ലാത്തവരും ഉണ്ടാവാം. എനിവേസ്, ഫൈനൽ ഇയർ BSc കെമിസ്ട്രി അല്ലെ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഇട്ടാലും മതി, അല്ലെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലൈക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. കുറച്ചൊരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എനിവേസ്, അപ്പോൾ ഞാനൊരു PPT പോലെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു. കാരണം നിങ്ങൾ DU ഒക്കെ ആയിട്ട് പരിചയമുള്ള ആളുകളാണ്. ഒരു PPT വെച്ചിട്ട് സാധാരണ നമ്മൾ ഓറിയന്റേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു PPT ഒക്കെ വെച്ച് ടോട്ടൽ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാറുണ്ട്. ഞാൻ അതിൽ നല്ലൊരു ഇന്ററാക്ഷൻ പോലെ ആക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലിപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ, LLB എന്തുകൊണ്ട് ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ഓറിയന്റേഷന് പ്രകാരം LLBയിൽ കാര്യത്തിന് ശേഷമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, DUയിൽ LLB പഠിക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പോഷർ, അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 3 ഇയർ LLB ആഫ്റ്റർ ഗ്രാജുവേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിട്ട് കാണുന്നതാണ് 3 ഇയർ LLB. അപ്പൊ അതില് DU പോലത്തെ ഒരു സ്പേസിന് ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ UG DUയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ UGയിൽ എത്രത്തോളം നമുക്ക് പ്രൊഡക്റ്റീവ് ആവുന്നതിൽ അത്രത്തോളം ലിമിറ്റേഷൻസ് ഉണ്ടാവും, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ലൈക്ക് നമ്മൾ ഫസ്റ്റ് ഡൽഹിയിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്, ആ സ്പേസിനെ മനസ്സിലാക്കണം, ലാംഗ്വേജ് ബാരിയർ, ടോട്ടലി ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടിയാണ് ആദ്യത്തെ 1-2 വർഷം എന്തായാലും കടന്നു പോവുക. പിന്നെ നിങ്ങൾ കൊറോണയുടെ സിറ്റുവേഷൻസിൽ കൂടി, പാൻഡമിക് സിറ്റുവേഷൻ കൂടി വന്നത് കാരണം ക്യാമ്പസ് തന്നെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങൾ കിട്ടാനോ, ഐ മീൻ ഫസ്റ്റ് സെമ്മിൽ കയറി പിന്നെ 6th സെമ്മിലേക്ക് ഓഫ്ലൈൻ എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻസ് ആണല്ലോ ഇപ്രാവശ്യം ഉള്ളത്. അപ്പം അതിന്റെ നല്ലൊരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ ഇതില് ലോ ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ലോ ഫാക്കൽറ്റിയിൽ അത്ര ഇൻടേക്ക് വളരെ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പറയാം. DUയില് LLBയില് 3 സെന്റേഴ്സ് ഉണ്ട്. ലൈക്ക് നോർത്ത് ക്യാമ്പസിൽ തന്നെ നമ്മുടെ ആർട്സ് ഫാക്കൽറ്റിയുടെ ഇപ്പറായിട്ടുള്ള ബിൽഡിംഗ് ക്യാമ്പസ് ലോ സെന്റർ, പിന്നെ അതിന്റെ ഇപ്പറായിട്ടുള്ള ബിൽഡിങ്ങില് കൃത്യമായിട്ട് പറയുന്നത് നമ്മുടെ മദർ ഡയറിയുടെ പിറകിലുള്ള ബിൽഡിങ്ങില് LC1 LC2ന്റെ ക്ലാസ് നടക്കാറുണ്ട്. അപ്പോ ഇത് 3ഉം കൂടിയിട്ട് ഒരേ എൻട്രൻസ് തന്നെയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയുടേതായിട്ടുള്ള DU LLB എൻട്രൻസ് എക്സാം ആണ്. അപ്പൊ ഇതിന് 3ഉം കൂടിയിട്ട് മൊത്തം 2800ഓളം സീറ്റ്സ്, 2800 സീറ്റ്സ് ഉണ്ട്. ഇത് നമുക്കൊന്നും ലൈക്ക് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ അറിയാത്തൊരു ഇൻഫർമേഷൻ, അവിടെ എത്തിയതിനു ശേഷം മനസ്സിലാക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. കാരണം ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ആകെ സീനിയേഴ്സ് ആയിട്ട് 5 to 10 മലയാളീസ് ആണ് മൊത്തം 2500 ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു ആളുകൾക്ക്, മലയാളികൾക്ക് തീരെ അറിയില്ലായിരുന്നു ഇത്രയും സീറ്റ്സോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു LLBയുടെ ഓഫർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോ 2800 സീറ്റ്സ് എന്ന് പറയുമ്പോൾ 3 സെന്റേഴ്സ് ആയിട്ടാണ്. ക്യാമ്പസ് ലോ സെന്റർ CLC, അതുപോലെ തന്നെ LC1 LC2, ഓരോ സെന്ററിലും അറൌണ്ട് 600 to 800 സീറ്റ്സ് വെച്ചിട്ട് ടോട്ടലായിട്ട് ഇൻക്ലൂഡിംഗ് PWD കോട്ട, അതുപോലെ തന്നെ റിസർവേഷൻ ഒക്കെ കൃത്യമായിട്ട് OBC സ്റ്റുഡൻസിന് 686 സീറ്റ്സ് റിസർവ്ഡ് ആണ്. അപ്പോൾ ഇത്രയും സീറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. ഇതിലൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും സീറ്റ്സ് ഉള്ളത് കൊണ്ട് ലൈക്ക് 20,000 and above സ്റ്റുഡൻസ് കാൻഡിഡേറ്റ്സ് എക്സാം ചെയ്തു. ആ എക്സാമിൽ 10% സ്റ്റുഡൻസിന് സീറ്റ്സ് കിട്ടും. അപ്പോൾ ഇതില് ലൈക്ക് ഇത്രയും സീറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന LLBയുടെ നമ്മുടെ ബാച്ചില് ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ ഉണ്ടാവാം ഓൾമോസ്റ്റ് 24 ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ള, അല്ലെങ്കിൽ അധിക കുട്ടികളും ഡിഗ്രി കഴിഞ്ഞിട്ട് UPSC പ്രിപ്പറേഷന് പോയിട്ടുള്ള
അല്ലെങ്കിൽ ഒരു വർഷം ഈ LLBയുടെ കോച്ചിങ്ങും അല്ലെങ്കിൽ കാര്യങ്ങൾ ഫസ്റ്റ് എഴുതിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ LLBയുടെ കോച്ചിങ്ങിനും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒരു വർഷം ഗ്യാപ്പ് എടുത്ത് അല്ലെങ്കിൽ 1-2 വർഷം SSC UPSC ഒക്കെ പ്രിപ്പയർ ചെയ്ത ആളുകളാണ് കൂടുതൽ ഉണ്ടാവുക. ഡയറക്റ്റ് ഡിഗ്രി കഴിഞ്ഞ് കയറുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. പക്ഷെ എൻ്റെ ഒരു സജഷൻ പ്രകാരം LLB ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ UPSC ചെയ്യാനും SSC ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ഇതിൽ ഉണ്ടാവും അറിയാം. പക്ഷെ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ കോഴ്സ് കയ്യിൽ വേണം, ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്യാം. ലൈക്ക് നിങ്ങളുടെ പ്രിഫറൻസ് ഒരു പ്രൊഫഷണൽ കോഴ്സ് കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ. ഇനി UPSC മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡായിട്ട് ജസ്റ്റ് LLBക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഉണ്ടാവില്ല. വി ഹാവ് ടു ഫോക്കസ് ഓൺ വൺ എന്നുള്ളത് കൃത്യമായിട്ട് അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോ പറഞ്ഞു വരുന്നത് LLBക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ ഒരു ഡിഗ്രി ഇപ്പം നിങ്ങളുടെ മെയിൽ എക്സാം കഴിയും. ഞാൻ ഇതേപോലെ തന്നെ ഡിഗ്രി ഈ ഒരു മെയ് ഏപ്രിൽ മെയ് എക്സാം കഴിഞ്ഞ് ഡയറക്റ്റ് ആ ഒരു മാസം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പിറ്റത്തെ മാസം അഡ്മിഷൻ കയറിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 മാസം കൃത്യമായിട്ട് മെറ്റീരിയൽസ് വെച്ച് അതുപോലെ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഡൽഹിയിൽ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടാവും. ലൈക്ക് മുഖർജി നഗറിലും GTB നഗറിലൊക്കെ LLBയുടെ ഒക്കെ കോച്ചിങ് സെന്റേഴ്സിന് അവർ വാങ്ങുന്നത് അറൌണ്ട് 40,000 ആണ്, ലൈക്ക് ഒരു വർഷത്തെ പാക്കേജ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വളരെ ജെന്യൂൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യം ഒരിക്കലില്ല. നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടൊരു 2 മാസം കൃത്യമായിട്ട് നല്ലൊരു മെറ്റീരിയൽസ് കിട്ടുക, പിന്നെ നമ്മളൊരു ഗൈഡൻസോട് കൂടിയിട്ട് മുമ്പത്തെ പ്രീവിയസ് ഇയേഴ്സ് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് LLB എൻട്രൻസ് എക്സാം. അപ്പോൾ അതില് ആകെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗൈഡ് വാങ്ങിയിട്ട് ഒരുപാട് കടല് പോലെ പഠിക്കുന്നതിന് പകരം എന്താണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് പ്രിപ്പറേഷൻ നടത്തുകയും അതില് നമ്മൾ ടീം ഇൻക്യുബേഷൻ അല്ലെങ്കിൽ ബാരിസ്റ്റേഴ്സ് അക്കാഡമി എന്നുള്ള നെയിമിലായിരുന്നു നമ്മൾ കോച്ചിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻക്യുബേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് കോഴിക്കോടുള്ളതാണ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ, മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഫ്രീ മോക്ക് ടെസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട്, ചെയ്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. എനിവേ അത് ത്രൂ നമ്മളിപ്പം ഒരു ക്രാഷ് കോഴ്സ് ഇപ്പൊ അടുത്ത വീക്കിൽ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രം അതിൽ വെച്ചിട്ട് തന്നെ എനിക്ക് ഒരു ലൈക്ക് 80% കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും ലൈക്ക് യു ക്യാൻ ക്ലിയർ ദാറ്റ് എന്നുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം കഴിഞ്ഞ വർഷം നമ്മളുടെ ഗൈഡൻസിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരു 18ഓളം സ്റ്റുഡൻസ് എക്സാം എത്തി. അതിൽ 12 to 13 സ്റ്റുഡൻസ് ക്ലിയർ ചെയ്തു. അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക, ഒരുപാട് മെറ്റീരിയൽസ് റെഫർ ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമതായിട്ട് എൻട്രൻസിന്റെ പാറ്റേൺസ് കാര്യങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബേസിക് ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, IPC, കുറച്ച് ലീഗൽ അവയർനെസ്സുകൾ കാര്യങ്ങൾ, അതിന്റെ പുറമെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ്, 5 ക്വസ്റ്റ്യൻസ് മാത്സ്, 5 ക്വസ്റ്റ്യൻസ് ലോജിക്കൽ റീസണിങ്, ബാക്കിയെല്ലാം കറണ്ട് അഫയേഴ്സ്, GK ആൻഡ് ലീഗൽ അവയർനെസ്. ഇതാണ് LLBയുടെ സിലബസ്. പിന്നെ ഇതിന്റെ ഒരു വർഷത്തേക്കുള്ള ഫീസ് 5,000 rupees ആണ്. ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. പിന്നെ ലൈക്ക് പ്രൊഫഷണൽ ആയിട്ട് LLB കോഴ്സ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളാണ് നമ്മൾ സാധാരണ കാണുന്നത് പോലെ. ഞാൻ കേരള ഹൈക്കോർട്ടിൽ എറണാകുളത്ത് 1 മാസം ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറിന്റെ അടുത്തും അതുപോലെ തന്നെ ഫോമർ ഗവർണർ ആയിട്ടുള്ള ഒരു മുഹമ്മദ് ഷാഫി സാറിന്റെ. അപ്പൊ അവിടുന്ന് ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് ആളുകളൊക്കെ പോയിട്ട് LLB ചെയ്യും. ലൈക്ക് 5 year LLB ഒന്നിക്കണമെങ്കിൽ ഏതെങ്കിലും കേരള ഗവൺമെന്റ് ലോ കോളേജസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടോ സെൽഫ് ഫൈനാൻസിംഗ് ആയിട്ടോ ചെയ്യും. ആ 5 year ആ ലോന്റെ എന്താണോ കോളേജിലുള്ള സിലബസ് മാത്രം കവർ ചെയ്തിട്ട് ആ ഫൈനൽ ഇയർ ആകുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല ഇങ്ങോട്ട് പോകണം, എന്താ ചെയ്യേണ്ടത്. ആൻഡ് എല്ലാവരും ലിറ്റിഗേഷൻ അത് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ് സീനിയറോടൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ ഇതുപോലെ ഗ്രാജുവേറ്റ് ആവുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ തന്നെ 30ന്റെ മുകളിൽ ലോ കോളേജസ് ഉണ്ട്. അപ്പോ ഒരുപാട് സെൽഫ് ഫൈനാൻസിങ് ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർഡ് ലിറ്റിഗേഷൻ മാത്രമാണ്. ഒരു സീനിയറുടെ പിറകിൽ ഇങ്ങനെ നടന്ന് കുറെ കാലം ലൈക്ക് സാലറി തന്നെ 10,000 ബിലോ ഒക്കെ കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു സിറ്റുവേഷൻ. അപ്പോ അതെന്തുകൊണ്ടാണെന്നുള്ളത് വെച്ചാൽ ഒരു ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്. ഒരു കോഴ്സ് പഠിക്കുന്നു, കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിനെ പറ്റി ചിന്തിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയാസ്, ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കൂടി ആയിട്ട്
we have immense of opportunities to do various certificate courses, diploma courses, drafting പഠിക്കാനും, corporate drafting പഠിക്കാനും, merger and acquisitions പഠിക്കാനും, intellectual property laws, IPR നെ പറ്റി പഠിക്കാനും. അതുപോലെ തന്നെ ഡൽഹി പോലെയുള്ള ഒരു സംസ്ഥാനത്താവുമ്പോൾ ഹൈക്കോർട്ട്സ്, ഡിസ്ട്രിക്ട് കോർട്ട്സ്, സുപ്രീം കോർട്ട്, ഇത് മൂന്നും വരുന്ന ഒരൊറ്റ സംസ്ഥാനം ഡൽഹി. അപ്പോ അത്രയും ലോയേഴ്സ്, ഡൽഹി ഇസ് എ സ്റ്റേറ്റ് എന്ന ക്യാപിറ്റൽ സിറ്റി ഫോർ ലോയർ എന്ന് തന്നെ പറയാം. അത്രയും ലോയേഴ്സ്, ലോ ഓഫീസേഴ്സ് ഉള്ള ഒരു സംസ്ഥാനം. ഈ സംസ്ഥാനത്ത് അത്രയും ലോ ഫേംസും ഉണ്ട്. ഈ കോർപ്പറേറ്റ് ഫേംസിന്റെയും അതുപോലെ തന്നെ കമ്പനീസിന്റെ ലിറ്റിഗേഷൻസ് ചെയ്യുന്നതിന്റെയും ഒക്കെ ആയിട്ട് അത്രയും ഫേംസ് ഉണ്ട്. അപ്പോ ഇവരുമായിട്ട് നമ്മൾ കഴിയുന്നതും കോഴ്സ് പ്രോഗ്രാമിൽ തന്നെ, ലൈക്ക് നമ്മൾ DU ജോയിൻ ചെയ്യുന്ന ഉടനെ തന്നെ വിത്തിൻ എ സ്പാൻ ഓഫ് 6 months നമുക്ക് മനസ്സിലാവും ലൈക്ക് ഇതൊക്കെയാണ് ഇവിടെ ലോയില് ഇവിടെ പഠിക്കാനുള്ളത്. വി ഹാവ് ലോട്ട് ഓഫ് ടൈം. കാരണം DU LLBക്ക് ഇന്റേണൽസ്, അസൈൻമെന്റ് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ LLBയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ജസ്റ്റ് എക്സാം ആണ്. 5 സബ്ജക്ട്സ് ഉണ്ടാവും സെമസ്റ്ററിൽ. 5ഉം കോർ സബ്ജക്ട്സ് ആയിരിക്കും. മെയിൻ ലോ സബ്ജക്ട്സ് മാത്രമായിരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ലാംഗ്വേജസ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഈ 5 സബ്ജക്ട്സിൽ ഒരു സബ്ജക്റ്റിന് 100 മാർക്സ് എക്സാം ഉണ്ടാവും. ഈ 100 മാർക്സിൽ 45 and above സ്കോർ ചെയ്താൽ പാസ്സായി, ഇല്ലെങ്കിൽ ഫെയിൽ ആയി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറ്റൻഡൻസ് നോക്കുക പ്ലസ് എക്സാം ചെയ്യുക, അതിന്റെ അപ്പുറത്തേക്ക് യാതൊരു കമ്മിറ്റ്മെന്റും കോളേജിൽ ചെയ്യാനില്ല. പിന്നെ എക്സ്ട്രാ മൂഡ് കോർട്ട് സൊസൈറ്റീസ്, ലീഗൽ എയ്ഡ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ നമുക്ക് CV ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അപ്പോ ഇന്റേൺഷിപ്സ് ചെയ്യാനും കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനും ഒരുപാട് സമയമുണ്ട്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യാനും. ഇപ്പൊ ഇൻ ദി ബിഗിനിങ് ഓഫ് കോഴ്സ് തന്നെ, LLBയുടെ ഒരു ബിഗിനിങ് ഒരു 5-6 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ് എന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ല ലോയേഴ്സിനെ പോയിട്ട്, സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഓണർ AR ആയിട്ടുള്ള സീനിയർ അഡ്വക്കേറ്റ്സിനെ പോയിട്ട് കാണാം, അവരോട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയാം, അവരുമായിട്ട് കഴിയുന്നതും എൻഗേജ് ചെയ്യാം. നമുക്ക് സ്റ്റൈപ്പൻഡ് ഒന്നും കിട്ടില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ കോളേജിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പഠിക്കുക ഒരു ലോ ഓഫീസിനാണ്. അപ്പോ ഇതിന്റെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഡിക്കൽ MBBS പഠിക്കുന്ന എവിടെ നിന്നാണ്? മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അതുപോലെ തന്നെ ലോയേഴ്സ് ഒരു കോർട്ടിന്റെ പരിസരത്ത് നിന്ന് പഠിക്കേണ്ട സബ്ജക്ട് തന്നെയാണ് LLB. പക്ഷെ നമ്മൾ കോളേജിൽ നിന്ന് കുറച്ച് ബുക്സ് റീഡ് ചെയ്തിട്ട് ഗ്രാജുവേറ്റ് ആണ്. അതുകൊണ്ടാണ് ഈ LLBയുടെ ജോബ് ഓപ്പർച്യൂണിറ്റിന്റെ സ്കോപ്പിൽ ഒരുപാട് എക്സ്പീരിയൻസിന്റെ സമയവും കാര്യങ്ങളും ഒക്കെ പിന്നീട് എടുക്കുന്നത്. അതിന് പകരം LLB പഠിക്കുന്ന ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ഇതിന്റെ പ്രോസസ്, ഇന്റേൺഷിപ്സും കാര്യങ്ങളും, കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യുന്ന കാര്യത്തിലേക്ക് പഠിക്കുക, എങ്ങനെ ഒരു FIR ഫയൽ ചെയ്യണം, എങ്ങനെ ഒരു റിപ്പറ്റീഷൻ ഫയൽ ചെയ്യണം, ഇതൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ഒരു സീനിയർ അഡ്വക്കേറ്റിന്റെ കൂടെ അല്ലെങ്കിൽ ആ രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും സ്വന്തമായിട്ട് തന്നെ ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഏത് കോടതിയിലും പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ പോയിട്ട് സുപ്രീം കോടതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ റിപ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യാം, റിപ്പറ്റീഷൻസ് ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യാം, ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാം. എനി സ്റ്റേറ്റ്, ഡൽഹിയിൽ വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം, കേരളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം, എവിടെ എൻറോൾ ചെയ്താൽ എവിടെ വർക്ക്. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സ്വന്തമായിട്ട് നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനിയല്ല, നല്ല രീതിയിൽ നല്ലൊരു അഡ്വക്കേറ്റിന്റെ കൂടെ വർക്ക് ചെയ്ത് അവർക്ക് നിങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദേ വിൽ ഹയർ യു ഫോർ ഷുവർ. നമുക്ക് ജോബ് ഓഫേഴ്സ് കിട്ടാറുണ്ട്. ലൈക്ക് യു ക്യാൻ കം ഹിയർ ആഫ്റ്റർ യുവർ ഗ്രാജുവേഷൻ എന്ന് പറയുന്ന സീനിയർ ലോയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മുതലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു സ്റ്റഡീസിനെ കൊണ്ട് ഉപകാരം ഉണ്ടാവും. ഒന്ന്, ഇൻ ദ കേസ് ഓഫ് ലിറ്റിഗേഷൻ ഞാൻ പറഞ്ഞു. രണ്ടാമതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ടല്ലോ, ലോ ഒക്ടോപസ്, ലോ സീക്കോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വെബ്സൈറ്റ്സ് ഓൺലൈനിൽ ഉണ്ടാവും. അപ്പൊ ഈ വെബ്സൈറ്റ്സിലൊക്കെ ഓരോരോ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ ഇൻ കോൺട്രാക്ട് ഡ്രാഫ്റ്റിംഗ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് ലോ, പിന്നെ മെർജർ ആൻഡ് അക്വിസിഷൻസ്, അതുപോലെ തന്നെ ഇൻമെൻസ് ഓഫ് ലൈക്ക് കൊമേഴ്ഷ്യൽ ലോസിലേക്ക്, സിവിൽ ലിറ്റിഗേഷനിലേക്കൊക്കെ വരുന്ന എല്ലാവരുടെയും പ്രാക്ടിക്കൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന, ഒരു ഉദാഹരണത്തിന് ഒരു സെയിൽ ഡീഡ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, ഒരു കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, ഒരു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, ഇതൊന്നും നമ്മൾ ലോ കോളേജിൽ പഠിക്കില്ല. ലോ കോളേജിൽ ജസ്റ്റ് IPC, CRPC, ഫാമിലി ലോ, ഇങ്ങനെ അതിന്റെ ബാരാക്സും ട്രഡീഷണൽ ആയിട്ട് പഠിപ്പിച്ചു വരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് നമ്മളൊരു 3 year ആയിട്ട് ഇറങ്ങും, ഒന്നും കയ്യിലില്ലാതെ. പക്ഷെ ഈ പഠിക്കുന്ന 3 year നമ്മുടെ പ്രാക്ടീസ് ഏരിയ നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്ലോമയും അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സസും അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ നോളജും ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഫ്രീലാൻസ് ആയിട്ട് പല വെബ്സൈറ്റ്സിനും ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ട്, പല വെബ്സൈറ്റ്സിനും ക്ലയൻസ് ഉണ്ടാവും. ഈ ക്ലയൻസിന് വേണ്ടി വെച്ചാൽ ഒന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പോളിസി ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാനായിരിക്കും. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും അപ്വർക്ക്, വണ്ടർ ലീഗൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ.
അവരുടെ ജസ്റ്റ് ഉദ്ദേശം നിങ്ങൾ അതിൽ എൻറോൾ ചെയ്യുക, എന്നിട്ട് എന്താക്കുക, അതിൽ കൂടെ നിങ്ങൾക്ക് ജോബ് തരിക. അപ്പൊ ആ ജോബ് എന്ന് പറയുന്നത് ഫോറിൻ കമ്പനീസ് ആയിരിക്കും, US, UK എന്നിങ്ങനെയുള്ള രാജ്യത്തൊക്കെ ഉള്ള കമ്പനീസ് ആയിരിക്കും. അപ്പൊ ആ കമ്പനീസിലൊക്കെ അവർക്ക് വേണ്ടിയ പർച്ചേസ് ഡീൽ അല്ലെങ്കിൽ സെയിൽസ് ഡീൽ അല്ലെങ്കിൽ റെന്റിന്റെ ഡീല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനീന്റെ ഇൻകോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ കമ്പനീന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആർട്ടിക്കിൾ ഓഫ് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഫയൽ ചെയ്ത് കൊടുക്കും. ഇതിനൊക്കെ പേയ്മെന്റ് കിട്ടും. അപ്പോ ഈ രീതിയിലും പൈസ പഠിക്കുന്ന സമയത്ത് തന്നെ എക്കോണമി ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്കോണമി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒക്കെ ഞാൻ ഇപ്പൊ തേർഡ് ഇയറിലാണ്. ഇപ്പൊ തേർഡ് ഇയറിൽ നമ്മളൊരു ടൈപ്പ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ ലോയേഴ്സ് ആണെങ്കിൽ എന്റെ ഫാമിലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാനോ ഇതിന്റെ ഒരു എക്സ്പോജർ കാണിച്ചു തരാനൊന്നും ആരുമില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് ജനറേഷൻ ലോയർ എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന ആളാണ്. പക്ഷെ ആ സ്ട്രഗിൾ പീരീഡ് കഴിയുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ സ്ലോലി ആയിരിക്കും നമ്മൾ ഗ്രോ ചെയ്യുക. അപ്പോൾ ആ സ്ലോലി മനസ്സിലാക്കി ഇപ്പൊ എത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഇയറിൽ കയറുമ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ഫ്രീലാൻസ് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് ഒന്നും എനിക്കറിയില്ല, ലിറ്ററലി ഒന്നും അറിയില്ല. കുറച്ച് ഇന്റേൺഷിപ്സ് ചെയ്യണമെന്ന് അറിയായിരുന്നു, കുറച്ച് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്റേൺഷിപ്സിനെക്കാളും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നോളജ് ഗെയിൻ ചെയ്യുന്നതിലാണ്, പ്രാക്ടിക്കൽ നോളജ് ഗെയിൻ ചെയ്യുന്നതിലാണ്. അതിൽ ഒന്ന് ഇന്റേൺഷിപ്പ് ചെയ്യാൻ നല്ല ഇതിൽ നല്ല സീനിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വർക്കും പഠിപ്പിച്ച് ഓക്കെ ഇങ്ങനെയാണ് ഒരു മെയിൽ ആപ്ലിക്കേഷൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോ ഞാൻ അധികം ബോറടിപ്പിക്കുന്നുണ്ടോ, ഞാൻ പെട്ടെന്ന് ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് പറയാം. അപ്പോ ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴേക്കും ഇതിന്റെ അകത്ത് നിന്ന് നിങ്ങളൊരു ഫൈനൽ ഇയർ ഡിഗ്രി തേർഡ് ഇയർ കഴിയുമ്പോഴേക്കും നിങ്ങളെ കയ്യിൽ ഒരുപാട് സ്ഥലത്ത് ഇന്റേൺഷിപ്സ് ചെയ്തിട്ടുള്ള CV, നിങ്ങൾ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മനുപാത്ര, SEC ഓൺലൈൻ, ലൈവ് ലോ എന്നിങ്ങനെയുള്ള പറയുന്ന വെബ്സൈറ്റ്സിലേക്കൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഒരു വിഷയങ്ങൾ കണ്ടെത്തി. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പബ്ലിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് നല്ല ലാംഗ്വേജ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഈസി ആയിരിക്കും. അതേസമയത്ത് നല്ലൊരു ലീഗൽ നോളജ് ലാംഗ്വേജ് ഇല്ലാത്ത ആൾ അത് ഡെവലപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ആർട്ടിക്കിൾ റൈറ്റിംഗിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക. ആ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻ വന്നിട്ട് മലയാളത്തിൽ എഴുതി വെക്കുക. എന്നിട്ട് അത് കഴിയുന്നതും ഇംഗ്ലീഷിലേക്ക് മാറ്റി ഇങ്ങനെ ഓരോ ലൈക്ക് കഴിയുന്നതും ആ ലൈവിലോ അതുപോലെ തന്നെ SEC ഇതൊക്കെ എല്ലാ ആർട്ടിക്കിൾസ് ഒരുപാട് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ എഴുതാനുള്ള ഒരു നമുക്കൊരു ഇന്റൻഷൻ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് വരും. അപ്പൊ അതുവരെ നമ്മൾ കഴിയുന്നതും ഇതിനു വേണ്ടി ശ്രമിക്കുക. എഴുതുന്ന ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പബ്ലിക്കേഷൻസ്, ഇന്റേൺഷിപ്സ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സസ്, പിന്നെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ഇത് 4 കാര്യങ്ങളും നിങ്ങൾ 3 ഇയർ ഓഫ് സ്പാൻ ഓഫ് ടൈമിൽ ലോ കോളേജിൽ നിന്ന് ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കരിയർ ഒരിക്കലും നമ്മൾ നാട്ടിലൊക്കെ കാണുന്നത് പോലെ 10,000 രൂപയുടെ ഇടയിൽ വർക്ക് ചെയ്യേണ്ട ആ ഒരു സിറ്റുവേഷനിലേക്ക് ഒരിക്കലും വരില്ല എന്ന് ഞങ്ങൾക്ക് എൻഷുർ ചെയ്ത് പറയാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ക്യാമ്പസിന് പ്ലേസ്മെന്റ്സ് കിട്ടാറ്, ഇങ്ങനെയുള്ള ആളുകളുടെ CV-ക്കാണ് ഏതൊരു വെബ്സൈറ്റ് ത്രൂ ജോബ് ഓഫേഴ്സ് കിട്ടുക, ഇങ്ങനെയുള്ള ആളുകളുടെ CV ത്രൂ ആണ് ഫ്രീലാൻസിങ് വർക്ക്സ് കിട്ടുക, ഒക്കെ കിട്ടുക. അപ്പോ നമ്മളെ കൂടെ അടുത്ത സ്പീക്കർ ഇജാസ് ഉണ്ട്. അപ്പൊ ഇജാസ് സെക്കൻഡ് ഇയർ ആണ് ഇപ്പോൾ ലോ ഫാക്കൽറ്റിയിൽ. അപ്പൊ എന്റെ ജൂനിയർ ആണെങ്കിൽ പോലും ലൈക്ക് ഒരു CV ബിൽഡ് ചെയ്ത കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്ത കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്റേൺഷിപ്സ് ചെയ്ത കാര്യത്തിൽ നോക്കുകയാണെങ്കിലും എന്നെക്കാളും കൂടുതൽ വെയിറ്റേജ് ഇജാസിനുണ്ട്. കാരണം ഇജാസ് ഹാവ് ഗോട്ട് ദാറ്റ് മച്ച് എക്സ്പോഷർ ആൻഡ് ഹാസ് ഡൺ ലൈക്ക് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൽഹിയിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ലുത്ര പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ കൈത്താൻ ലീഗൽ അലയൻസ് എന്ന് പറയുന്ന കമ്പനീസിലൊക്കെ ഇന്റേൺഷിപ്സ്, കോർപ്പറേറ്റ് ഫേംസിലൊക്കെ ഇന്റേൺഷിപ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതുപോലെ തന്നെ ഒരു മെർജർ ആൻഡ് അക്വിസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പ്രോഗ്രാംസ്, അതിന്റെ പുറമെ കാര്യം എല്ലാം ഇതിന്റെ ഒരു ഏറ്റവും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വരുന്ന പാർട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു ഫാക്കൽറ്റി റിസോഴ്സുകൾ ഒപ്പം ഇപ്പൊ ഉണ്ട്. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിന്റെ കാര്യങ്ങൾ എങ്ങനെ കിട്ടി, എങ്ങനെ ആർട്ടിക്കിൾ മനുപാത്രയിലൊക്കെ പബ്ലിഷ് ചെയ്തു, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇജാസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പോ ഇങ്ങനെയാണ് നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങൾക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഉണ്ടാവും ഓക്കെ എൻട്രൻസ് ക്ലിയർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് എൻട്രൻസ് ക്ലിയർ ചെയ്യാന്നൊക്കെ പറയാൻ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഒരു ഗൈഡ് പ്ലസ് നല്ലൊരു ഗൈഡൻസ്, മെറ്റീരിയൽ പ്ലസ് ഗൈഡൻസ്, അത്രേ ഉള്ളൂ എൻട്രൻസ്. അപ്പോ അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈക്ക് എനി വൺ ഈസ് ഇൻട്രസ്റ്റ്, നമുക്ക് ഇൻ ദി ടേം ഓഫ് ഒരു കോച്ചിങ് അക്കാഡമിയിൽ പൈസ ഉണ്ടാക്കുന്നത് പോലെ ഒരിക്കലും ഈ ഒരു പ്രവൃത്തിയെ കാണേണ്ട. കാരണം ഫൈനാൻഷ്യലി ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ഡയറക്റ്റ് ഇത് പറയാം. ലൈക്ക് നിങ്ങളൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആളുകളാണ്, അധികവും മിഡിൽ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെയും ബിലോ ആവറേജ് ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ പൈസയുടെ കാര്യം വിചാരിച്ചിട്ട് ലൈക്ക് നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്ത സ്റ്റേജാണ്.
കോച്ചിങ്ങിന് ചേരാതിരിക്കുക, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. എന്തുണ്ടെങ്കിലും നമ്മളോട് സംസാരിക്കുക. എന്റെ നമ്പർ നെച്ച്മെന്റ് എടുത്തുണ്ടാവും, പ്രസിഡന്റ് സെക്രട്ടറി ആരായിട്ടാണെങ്കിലും മൈത്രിയുടെ അവൈലബിലിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് പേഴ്സണലി വിളിക്കാം, കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻക്യുബേഷനിലെ നമ്പേഴ്സും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും, അവരെ കോൺടാക്ട് ചെയ്തിട്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കാം. ഈ നമ്മള് ലൈവായിട്ട് ഓൺലൈനായിട്ട് ലൈവായിട്ടുള്ള ക്ലാസ് ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതാണ്, ഇതേപോലെ PPT പ്രസന്റ് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഇന്ററാക്ഷൻ പോസിബിൾ ആയി. ഇപ്പൊ ഞാനൊരു വൺ സൈഡ് ഒറേറ്ററായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്, പക്ഷെ കഴിയുന്നതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്തിട്ട് ഞാൻ ക്ലാസ്സിൽ കഴിയുന്നതും ശ്രമിക്കാറുണ്ട്. അപ്പൊ ഓൾറെഡി DU തന്നെ ഇപ്പൊ ഫൈനൽ ഇയറുള്ള ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ ഇപ്പം കോച്ചിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് അവരൊക്കെ ക്ലിയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് ഈ വർഷം ലോ ഫാക്കൽറ്റിയിലേക്ക് വരണം. 3 വർഷം കൂടി ലൈക്ക് ഇറ്റലി പറഞ്ഞു കഴിഞ്ഞാൽ DU എന്നുള്ള സ്പേസിൽ ഇവ 2 ക്യാൻറ്റീന്റെ പേര് ചോദിച്ചാൽ പോലും ലൈക്ക് ചിലപ്പം അറിയാൻ പറ്റുണ്ടാവില്ല, കാരണം അത്രയും നിങ്ങൾക്ക് ക്യാമ്പസ് ലൈഫ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇനി 3 വർഷം ക്യാമ്പസിലേക്ക് എൻജോയ് ചെയ്യണം, ആ ഒരു സ്പേസ് എക്സ്പ്ലോർ ചെയ്യണം, അവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ട് ലൈക്ക് നമുക്ക് കിട്ടുന്ന ഒരു CLC-യിലും അല്ലെങ്കിൽ ലോ ഫാക്കിലും കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കോണ്ടാക്ട്സ് ആണ്, നല്ലൊരു നെറ്റ്വർക്കിംഗ് ആണ്. കാരണം ഇന്ത്യയിൽ 3 ഇയർ LLB ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്ലസ് ഒരുപാട് ലോയേഴ്സിന്റെ മക്കള്, ജഡ്ജസിന്റെ മക്കള്. ഇപ്പൊ സുപ്രീം കോടതിയിൽ സിറ്റിംഗ് ജഡ്ജസ് അറൌണ്ട് 32 ആണ്. ആ 32-ല് 13-ന്റെ അബോവ് CLC അലുമിനീസ് ആണ്, ലോ ഫാക്കൽറ്റി അലുമിനീസ് ആണ്. അപ്പോ ലൈക്ക് വി ഹാവ് എ നെയിം ഓവർ. ഓക്കെ, ആർ യു ഫ്രം ലോ ഫാക്കൽറ്റി, ആർ യു ഫ്രം CLC, ഓർ ആർ യു ഫ്രം ഹിയർ? നമ്മളൊരു LLB കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ലോ ഫേമിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോ ഓഫീസിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? എവിടെ നിന്നാണ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ആരോട്. അപ്പൊ ഓക്കെ, വി ക്യാൻ പ്രൗഡ്ലി സേ ഐ ആം ഫ്രം ദിസ് സെന്റർ, ഐ ആം ഫ്രം ലൈക്ക് DU. ദാറ്റ് ഹാസ് എ നെയിം സ്റ്റിൽ. കാരണം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ജഡ്ജസ് നമ്മൾ പഠിച്ച അതേ ക്യാമ്പസിലും അതേ പുസ്തകങ്ങളും പഠിച്ച് റെഫർ ചെയ്തിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ആൻഡ് DU-ന്റെ ഒരു ഓൺലൈൻ സ്റ്റഡീസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ലൈക്ക് OB, അതൊരു ഷിറ്റ് എക്സാം അല്ലെങ്കിൽ ഒരു സീരിയസ്നെസ് ഇല്ലാത്ത പരിപാടിയാണ്. പക്ഷേ DU ഓഫ്ലൈൻ എക്സാം ആൻഡ് ഓഫ്ലൈൻ ലോ സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം നമ്മള് 100 മാർക്കിന് പഠിച്ചു പോകണം, ലിറ്ററലി ഒരു 10-30 കേസസ് മനസ്സിൽ വെച്ച് പോകണം. ആൻഡ് ഞാൻ ഓഫ്ലൈൻ എക്സാം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഓഫ്ലൈൻ എക്സാംസ് ഒക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷെ പഠിക്കണം. അപ്പൊ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡിഗ്രിക്ക് ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കേണ്ട എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം. എക്സാമിന്റെ ടൈമിൽ നമ്മൾ പ്രീവിയസ് 10 ഇയേഴ്സ് വെച്ചിട്ട് പരിപാടി കഴിയും. അപ്പോ അതുപോലെ ഇതിന്റെയും പ്രീവിയസ് ഇയർ 10 ഇയേഴ്സ് ഒക്കെ ഉണ്ടാവും. 10 ഇയേഴ്സിൽ പഠിക്കുമ്പോഴും അതിനും കുറച്ചൊരു കനം കൂടുതലുണ്ട്. കാരണം നമ്മൾ 100 മാർക്കിന് എക്സാം ചെയ്താണ്, കേസ് ലോസ്, സെക്ഷൻസ്, കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോ നല്ലൊരു ലേണിംഗ് പ്രോസസ്സും കൂടിയായിരിക്കും. പറഞ്ഞു അതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. അതുപോലെ ഡിഫിക്കൽട്ട് ആണ്. കാരണം ഈ 3 വർഷം നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സിന്റെയും കേസസും സെക്ഷൻസും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാനുള്ള, ഓഫ്ലൈൻ എക്സാം ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഐഡിയ ഉണ്ടാവും. കാരണം അത്രയും പഠിച്ചാൽ മാത്രമേ 45-ന്റെ അബോവ് സ്കോർ ചെയ്യാൻ പറ്റൂ. മാക്സിമം സ്കോർ ലോ ഫാക്കൽറ്റി തരുന്നത് 60 to 65 ആണ്. അതിൽ കൂടുതൽ ആർക്കും മാർക്ക് കിട്ടില്ല ഓഫ്ലൈൻ എക്സാമിൽ. അപ്പോൾ ഈവൻ ഓൺലൈൻ എക്സാമിലും 60-ന്റെ അബോവ് ആർക്കും കിട്ടില്ല, എല്ലാ ആൻസർ കുത്തിരുന്ന് എഴുതിയാൽ പോലും. അപ്പോൾ അതാണ് അവരുടെ ഒരു മാർക്കിംഗ് സിസ്റ്റം. അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നല്ലൊരു ലേണിംഗ് പ്രോസസ് ആണ് അവിടെ, നല്ല സിലബസ് ആണ്. നമ്മൾ കേസ് ലോ പഠിച്ചിട്ടാണ് പഠിച്ചത്. അപ്പൊ കേരളത്തിലൊക്കെ, കേരള ലോ കോളേജസിലൊക്കെ നമ്മൾ കുറെ ഓൾമോസ്റ്റ് സെക്ഷൻ റീഡ് ചെയ്തിട്ടും കേസ് ലോസിന് അത്ര പ്രാധാന്യമുണ്ട്. തിയറി ഒക്കെ പഠിച്ചിട്ടാണ് പഠിക്കുക. ഇവിടെ നിങ്ങൾ മൊത്തം കേസ് ലോസ് ആണ് പഠിക്കുക. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുള്ള കേസസ്, ഇൻ പ്രാക്ടിക്കൽ നോളജിലുള്ള കാര്യങ്ങൾ ഒന്നും നമ്മൾ ഒരു നോൺ ഫിക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഫിക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള കഥകളല്ല, ഒക്കെ റിയൽ ആയിട്ട് ഈ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിലോ നടന്നിട്ടുള്ള ഇൻസിഡൻസ് വെച്ചിട്ടുള്ള കേസ് ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ ഒരു നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ്. ചില ആൾക്കാർക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നും റിയൽ ഇൻസിഡന്റ് ആകുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും കേസ് ലോ പഠിക്കാനും. ഈവൻ കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിലും ലോ ഓഫ് ടോർട്ട് ആണെന്നുണ്ടെങ്കിലും എന്ത് ഫാമിലി ലോ ആണെന്നുണ്ടെങ്കിലും ഫാമിലി ലോ ഒക്കെ നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഡൈവോഴ്സ് ആയാലും അതിന്റെ ഗ്രൗണ്ട്സ് ആയി കഴിഞ്ഞാലും അതിന്റെ പറ്റി ഗാർഡിയൻഷിപ്പ് ആയി കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഓൾമോസ്റ്റ്. അപ്പോ കേസ് ലോസ് വെച്ച് പഠിക്കുക എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു തരത്തിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ലൈക്ക് ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് BCom ആയിരുന്നു ഡിഗ്രി. BCom ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ബിസിനസ് ലോസ്, കോർപ്പറേറ്റ് ലോസ്,
കമ്പനി ലോ എന്നുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അതിനോട് നല്ലൊരു താല്പര്യം തോന്നിയതിനു ശേഷമാണ് ഓക്കെ ലോ പഠിക്കാൻ. അതുപോലെ തന്നെ ഡിഗ്രി സമയത്ത് നമ്മൾ ഓഫ്ലൈനിൽ തന്നെ ആയിരുന്നു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ ആ ഒരു ലേണിംഗ് പ്രോസസ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫസ്റ്റ് സെമ്മിൽ ലോ ഫാക്കൽറ്റിയിൽ കയറിയതിനു ശേഷവും ലൈക്ക് എക്സാം ഓഫ്ലൈൻ എക്സാമിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിലും ആ ലേണിംഗ് പ്രോസസ്സ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ സെൻട്രൽ ലൈബ്രറി 24/7 ഒക്കെ ആ സമയത്ത് ഓപ്പൺ ആയിരുന്നു. പിന്നെ CLCയുടെ ലൈബ്രറി ഉണ്ട്, അതൊക്കെ ഓപ്പൺ ആയിരിക്കും. ഓൾമോസ്റ്റ് ആ ഒരു ക്രൗഡിന്റെ ഇടയ്ക്കൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ലേണിംഗ് പ്രോസസ് ആയിരിക്കും. അപ്പൊ അതും എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡിഗ്രി സമയത്ത് എന്താണോ കിട്ടാത്തത് അത് നന്നായിട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പിന്നെ ലൈക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പാൻഡമിക് പീരീഡ് വന്നു. ആൻഡ് യാ വി ഓൾ ഗെറ്റ് ബാക്ക് ടു ഹോം. അതിൽ കൃത്യമായിട്ട് ഏറ്റവും നഷ്ടബോധം ഉള്ള ഒരാൾ ഞാൻ. ലൈക്ക് 2 years ഓഫ് ലോ കോളേജ് ലൈഫ് ഓൺലൈനിലായി പോയി എന്നുള്ളത് കൃത്യമായിട്ട് നഷ്ടബോധം ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇനി ഓഫ്ലൈൻ തന്നെ ആയിരിക്കും വിശ്വസിക്കാം. ഒരു 3 years ഓഫ് ലോ കോളേജ് ലൈഫ് പ്ലസ് ഇത്രയും എക്സ്പോഷർ ഉള്ള ഒരു സിറ്റി, അത് കഴിയുന്നതും ഒന്ന് മുതലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇന്റേൺഷിപ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മൾ കഴിഞ്ഞ വർഷവും നമ്മളോട് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു ജസ്റ്റ് ഒരു എൻട്രൻസ് അക്കാഡമി ആയിട്ട് എൻട്രൻസ് ക്ലിയർ ചെയ്ത് പോകുന്ന ഒരു അക്കാഡമി ആയിട്ട് ഇതിനെ കാണരുത്. നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളുടെ ഒപ്പം തന്നെ നിന്നിട്ട് നമുക്ക് ഇനി ഒരു ലീഗൽ ഫ്രട്ടേണിറ്റി ബിൽഡ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും കോഴ്സസിനെ പറ്റി പറയാനും CV മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി പറയാനും ഇന്റേൺഷിപ്പിനെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാനും നല്ല ആഗ്രഹമുണ്ട്. കഴിഞ്ഞ വർഷം അത് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു ഗ്രൂപ്പും ഫോം ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗൈഡൻസ് ത്രൂ നമ്മളെ എൻട്രൻസ് ക്ലിയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് പിടിച്ചിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കൂടെ എല്ലാം കരിയർ ഡെവലപ്പ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റാൻ നമ്മൾ കഴിഞ്ഞ വർഷം ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതും തുടർന്നുണ്ടാവും. നമ്മളെല്ലാം ഒന്നിച്ചുള്ള ഒരു ടീമായിട്ട് തന്നെ നമുക്ക് തുടരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കൊരു ബേസിക് ആയിട്ട് പറയാനുള്ളത്. പ്ലസ് നമ്മുടെ കൂടെ ഇജാസ് ഉണ്ട് സ്പീക്കറായിട്ട്. അപ്പോ ഇജാസിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം, ഇജാസും കൂടി സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട്സ്, കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇജാസ് അവിടെ ലൈനിലുണ്ടോ? ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് മുഹമ്മദ് ഇജാസ്. ഞാൻ DUവിൽ സെക്കൻഡ് ഇയർ ലോ ഫാക്കൽറ്റി തന്നെ ലോ സെന്റർ 2 സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എന്നെ കേൾക്കാമല്ലോ എല്ലാവരും? ഓക്കെ. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മറൂഫ് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് DUവിനെ കുറിച്ചിട്ട്, DU ഫാക്കൽറ്റി ഓഫ് ലോനെ കുറിച്ചിട്ടും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളോടുള്ള പാർട്ടിസിപ്പൻസ് ഓൾമോസ്റ്റ് 47, നമ്മളെല്ലാവരും അടക്കം 47 മെമ്പേഴ്സിൽ DUവിൽ തന്നെയുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അതുപോലെ പുറത്തുനിന്നുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നാൽ കൂടിയും നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഇങ്ങനൊരു മീറ്റിങ്ങിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പം ഒരു വലിയൊരു എമൗണ്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവണം. ലോ ആണ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ ഓൾറെഡി ഗ്രാജുവേഷൻ്റെ ഫൈനൽ ഇയറോ അതല്ലെങ്കിൽ സെക്കൻഡ് ഇയറോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ വാട്ട് നെക്സ്റ്റ്, സ്പെസിഫിക്കലി എനിക്ക് തോന്നുന്നില്ല ഇതിൽ ആരും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സോ അല്ലെങ്കിൽ ഓൾറെഡി ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്തിട്ടുള്ള ആരും വലിയൊരു സാധ്യത കാണുന്നില്ല ഈ മീറ്റിങ്ങിൽ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ചും DU ആണെങ്കിൽ കൂടിയും എല്ലാവരും നമ്മുടെ 3 years കോഴ്സ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ലോ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരിക എന്നുള്ളത്, അത് പല റീസൺ കൊണ്ടായിരിക്കും. ഞാൻ ഗസ് ചെയ്യുന്ന മെയിൻ ഒരു റീസൺ ഉണ്ടാവുക നമ്മുടെ പീർ പ്രഷർ തന്നെയാണ്. അതായത് നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ ഈ ഒരു UG കോഴ്സിലേക്ക് വരുമ്പം DUവിലേക്ക് വളരെ ഹോപ്പോട് കൂടി വന്നിട്ട് ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ഹയർ സ്റ്റഡീസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് ഒരുപക്ഷെ MBBSോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഒക്കെ നെക്സ്റ്റ് ഇയർ കഴിയുകയും നമ്മളിവിടെ 3 years കഴിഞ്ഞിട്ടും നമ്മുടെ ഒരു അക്കാഡമിക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ മൂലം ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ ലോയിലേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ വരുന്നവർക്കെല്ലാം ഒരുപാട് വലിയൊരു എമൗണ്ട്, ഇപ്പം ഞാനടക്കം അതിൻ്റെ ഒരു ആളാണ്. ഞാൻ എങ്ങനെ ഞാൻ ലോയിലെത്തി എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ടോപ്പിക്കിലേക്ക് കറക്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഞാൻ BA പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു ഇവിടെ കിരോർമൽ കോളേജിലായിരുന്നു പഠിച്ചത്, ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ. അപ്പം നാട്ടിൽ 12th സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചത്. എന്നിട്ട് UPSC ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കിരോർമൽ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊളിറ്റിക്കൽ സയൻസിൽ ഹയർ സ്റ്റഡീസിന് ആ ഒരു ഇൻസെക്യൂരിറ്റി, എൻ്റെ ബാച്ച്മേറ്റ്സ് എല്ലാം എഞ്ചിനീയറിംഗ് MBBS അതൊക്കെ ആയി എന്നുള്ള ഒരു പിയർ പ്രഷറിൻ്റെ പുറത്തേക്ക് കൂടിയിട്ട് ഞാൻ പ്രൊഫഷണൽ കോഴ്സിലേക്ക് തന്നെ വരാൻ പറഞ്ഞിട്ടാണ് ലോ വന്നത്. അപ്പം നേരത്തെ മുമ്പ് പറഞ്ഞ അതേ ഒരു പോയിന്റ് തന്നെയാണ്. കാരണം ഇനി
വാട്ട് നെക്സ്റ്റ്, അതായത് നിങ്ങൾ ഈ ഒരു UG എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ഇവിടെ നേരത്തെ ആരോ കെമിസ്ട്രി അങ്ങനെയൊക്കെ പറഞ്ഞു തോന്നുന്നു, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ബി സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, ഏത് സബ്ജക്റ്റിൽ നിന്നും ഇനിയൊരു റൈറ്റ് ഡൈവേർഷൻ അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരാൻ പറ്റിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് 3 years LLB. അതിലും ഏറ്റവും ബെസ്റ്റ് റിസോഴ്സസ് കൊണ്ടും DUവിന്റെ എന്താ പറയാ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും അതിലുപരി DUവിൽ കിട്ടുന്ന ഒരു എക്സ്പോഷറും, പിന്നെ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ ഓഫ് ലോയേഴ്സ്, അതല്ലെങ്കിൽ ഈ ഒരു ലീഗൽ ഫീൽഡിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഡൽഹി എന്ന് പറയുന്നത്. അതിന് ഒരുപാട് റീസൺസ് ഓരോന്നിട്ട് ഇതിനു മുന്നേ പറഞ്ഞു. കാരണം ഇവിടെ ഉള്ള മെയിൻ ആയിട്ട് ഇപ്പോൾ ഒരു ലിറ്റിഗേഷൻ അതല്ലെങ്കിൽ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ബെസ്റ്റ് സ്റ്റേറ്റ് ഡൽഹി തന്നെയാണ്. കാരണം ഹൈക്കോർട്ട് ഉണ്ട്, ഡിസ്ട്രിക്ട് കോർട്സ് ഉണ്ട്, സുപ്രീം കോർട്ട് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു കോർപ്പറേറ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ബെസ്റ്റ് സ്റ്റേറ്റ് തന്നെയാണ്. മുംബൈ പോലെ തന്നെ അതുപോലെ തന്നെ ബെസ്റ്റ് സ്റ്റേറ്റ് തന്നെയാണ് ഡൽഹി എന്ന് പറയുന്നത്. ഒരുപാട് ഫേംസുകളുണ്ട്, ഒരുപാട് കോർപ്പറേറ്റ് ഫേംസുകളുണ്ട്, അവരുടെ ഹെഡ് ഓഫീസുകളുണ്ട്, മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ട്, അവരുടെ ഉള്ളിൽ ഇൻ ഹൗസ് കൗൺസിൽസ് ആയിട്ട് വർക്ക് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഒരുമിച്ച് ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇപ്പം ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, എന്തുകൊണ്ട് ഇപ്പൊ DU ലോ നിങ്ങളിപ്പോൾ ചൂസ് ചെയ്തു, DU എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ്, അതായത് ഒരു അക്കാഡമിക്കൽ, വെറും ഒരു അക്കാഡമിക്കൽ അല്ലെങ്കിൽ DU നമുക്കൊരു ഡിഗ്രി കിട്ടുന്നതിന് പുറമെ, നേരത്തെ പറഞ്ഞിരുന്നു ഈ പോയിന്റ്, ഒന്നും കൂടി ഞാൻ സ്ട്രെസ് ചെയ്ത് പറയണം. കാരണം എന്ന് വെച്ചാൽ DUവിലുള്ള നമ്മുടെ അലുമിനീസ് തന്നെയാണ് ഏറ്റവും വലിയ DUവിന്റെ എന്താ പറയാ ഒരു മെയിൻ യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. നമ്മൾ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു യൂണിക് സെല്ലിംഗ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഐ ആം അലുമിനി ഓഫ് ക്യാമ്പസ് ലോ സെന്റർ അതല്ലെങ്കിൽ ഫാക്കൽറ്റി ഓഫ് ലോ എന്നുള്ളതാണ്. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര ബോസ്റ്റ് ചെയ്തിട്ട് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഇതൊരു മാർക്കറ്റിൽ റിയാലിറ്റിയാണ്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയാണ്. അതായത് ഇവനിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇന്റേൺഷിപ്സ് ചെയ്തു, അങ്ങനെ വലുതായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും ഈ ഒരു 2 yearsന്റെ ഉള്ളിൽ കോവിഡിന്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ കോവിഡിനെ പോസിറ്റീവ്ലി ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഓപ്പൺ ആയിട്ട് ഞാൻ പറയാണ്. ഓൺലൈനായിട്ട് ഇന്റേൺഷിപ്സ് തുടങ്ങിയ എക്സ്പീരിയൻസിലോടുകൂടി ഇവിടെയുള്ള Tier 1 ഫോംസ്, ഈ കോർപ്പറേറ്റ് ഫേംസ് അല്ലെങ്കിൽ ലോ ഓഫീസുകളെ പൊതുവെ ഒരു ഗ്രേഡ് വെച്ചിട്ടാണ് തിരിക്കാറ് ആൾക്കാർ. അതായത് Tier 1, അതായത് ഏറ്റവും മുകളിൽ, Tier 2 ഏറ്റവും, പിന്നെ നടുവിൽ Tier 3. അപ്പം നമ്മുടെ കേരളത്തിലൊക്കെ നേരത്തെ കേരളത്തിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, അപ്പൊ കേരളത്തിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു Tier 1 ലോ ഫോമും ഇല്ല. ഈ Tier 1 എന്നുള്ള അപ്പൊ തന്നെ മനസ്സിലാക്കാം ഒരു കേരളത്തിൽ എത്രമാത്രം ഈ ഒരു ലോ ഫീൽഡിനുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളത്. അതേ മറിച്ച് ഇന്ത്യയിലുള്ള Tier 1 ലോ ഫോംസിനെല്ലാം ഇന്റർനാഷണൽ പ്രാക്ടീസസ് ഉള്ള, അത്രയും അവർക്കെല്ലാം ഡൽഹിയിലെ ഓഫീസുകളും, അപ്പൊ അത്രയും എക്സ്പോഷർ ആ ഒരു കാര്യത്തിൽ തന്നെ ഉണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഈ അലുമിനിയുടെ കാര്യം തന്നെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു 13 ജഡ്ജസ് ഇപ്പൊ സിറ്റിംഗ് ജഡ്ജസ് നമ്മുടെ അലുമിനി ആണ്. ഇത് വെറും ഒരു അലുമിനി അല്ലെങ്കിൽ നമുക്കതൊരു എന്താ പറയാ ഒരു പ്രൈഡായിട്ട് മാത്രം എടുക്കാതെ എങ്ങനെ ഒരു DU സ്റ്റുഡന്റിന്, ഒരു ലോ സ്റ്റുഡന്റിന് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ള നേരിട്ട് അറിഞ്ഞ അല്ലെങ്കിൽ കണ്ട ഒരാളാണ് ഞാൻ. കാരണം നമ്മള് ഇപ്പം ഈ ജഡ്ജസിന്റെ മാത്രം കാര്യമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് ലോ, ഞാൻ ഒന്നും കൂടി സംസാരിക്കുമ്പോൾ എനിക്കൊന്നും കൂടി എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലും കോർപ്പറേറ്റ് ലോയിലേക്കാണ്. അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ലിറ്റിഗേഷൻ്റെത് വലിയൊരു റിയാലിറ്റിയോട് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ കോർപ്പറേറ്റ് ലോ ഫേമുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ Tier 1, Tier 2, Tier 3 ആയിക്കോട്ടെ, ഏത് ലോ ഫേം എടുത്ത് നോക്കി കഴിഞ്ഞാലും, ഡൽഹിയിലുള്ള ഏതൊരു ലോ ഫേം എടുത്ത് നോക്കിയാലും അതിൽ മെയിൻ ഒരു പാർട്ട്ണർ ഉണ്ടാവുന്നത് ക്യാമ്പസ് ലോ സെന്ററിന്റെ അലുമിനിയാണ്. അതിന് മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഇത്രയും സീറ്റുകൾ ഉണ്ട്, അത്രയും ഗ്രാജുവേറ്റ്സ് ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത്രയും ഗ്രാജുവേറ്റ്സ് ഉണ്ടാകുമ്പോൾ അതിൽ വലിയൊരു എമൗണ്ട് തന്നെ സക്സസ്ഫുള്ളി ഇവിടുന്ന് പാസ് ഔട്ട് ആയിട്ട് അവർക്ക് നല്ലൊരു പൊസിഷനിലാണ് DU അലുമിനീസ്, ഫാക്കൽറ്റി ഓഫ് ലോ അലുമിനീസ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ ഒരുപാട് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞു, അതായത് നിങ്ങൾ മെയിൻ ആയിട്ട് നേരത്തെ ആ രീതിയിലും നിങ്ങളോട് പറഞ്ഞു, അതായത് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. അതായത് ആര് DUവിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് വരുന്ന ഏതൊരു കുട്ടിയും ഫസ്റ്റ് ഇയർ തൊട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ 3 years ആയിരിക്കും. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നു, അതായത് നമ്മൾ 3 years മാത്രമേ ഉള്ളൂ. അപ്പം ഈ 3 yearsന്റെ ഉള്ളിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് 5 years പഠിച്ചിറങ്ങുന്ന കുട്ടികളായിട്ടാണ്. അപ്പം ഒരുപക്ഷെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന ആ ഒരു ലോ പഠിക്കുന്ന സീരിയസ്നെസ് കുറവല്ല ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ഭയങ്കര, ഒരുപക്ഷെ എഞ്ചിനീയറിങ്ങിനേക്കാളും MBBSനേക്കാളൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ് ഈ സ്റ്റേറ്റ് ആണ് ഡൽഹി, മുംബൈ ഒക്കെയുള്ള ലോ സ്കൂളുകൾ, അവിടെ ചേരുന്ന ആൾക്കാർക്കൊക്കെ. അപ്പം ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ അവരായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ 3 years വളരെ
കെയർഫുൾ ആയിട്ടും അതേ സമയത്ത് തന്നെ ഏറ്റവും ഓരോ സെമസ്റ്ററും വെറും അക്കാഡമിക്സിലേക്ക് മാത്രം നിൽക്കുകയാണ് നേരത്തെ പറഞ്ഞ കേരളത്തിലുള്ള ലോ കോളേജസുകളുടെ. അതൊരിക്കലും അവരെ ഡിമീൻ ചെയ്യുക അല്ലെങ്കിൽ കേരളത്തിലെ ലോ കോളേജസ് വളരെ മോശമാണെന്ന് അങ്ങനെ പറയുന്നതല്ല. അതായത് ഇങ്ങനെയുള്ള ഒരു ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ലോ കോളേജസ് തീരെ ഒരു വലിയൊരു പാഷനോടുകൂടി ഇൻവോൾവ് ആവാത്ത ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ക്രൈസിസ് തന്നെയാണ്. അതായത് ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യും. ഒരുപക്ഷെ അതായത് 6 വർഷം നമ്മൾ പഠിക്കുന്നത്, എന്നിട്ടും നമുക്കൊരു 10,000 മുകളിലേക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് വലിയൊരു ക്രൈസിസ് ആയി മാറും. പക്ഷെ അങ്ങനെ ഒരു ക്രൈസിസ് ഒരിക്കലും DU പ്രോപ്പർ ആയിട്ട് DUവിന്റെ എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്യുന്ന ഒരാൾക്കും, അതിപ്പോ ഏതായിക്കോട്ടെ, ഇപ്പം കോർപ്പറേറ്റ് മാത്രമല്ല, ലിറ്റിഗേഷൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞു 3 സ്ട്രക്ചേഴ്സ് ഓഫ് കോർട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾ ഡിസ്ട്രിക്ട് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഒരു അഡ്വക്കേറ്റ്സിലെ അണ്ടറിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടെ. അത് നിങ്ങൾ ഓരോ ഗ്രാജുവലി നിങ്ങൾക്ക് ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും ഇവിടുത്തെ ടോപ്പ് സുപ്രീം കോടതി ജഡ്ജസിന്റെ അണ്ടറിൽ തന്നെ ഈസിലി ക്ലർക്ക്ഷിപ്പ്, ജുഡീഷ്യൽ ഇന്റേൺഷിപ്സിനും കിട്ടും. അങ്ങനെ എല്ലാം കൊണ്ടും അതിനൊക്കെ ഒരു മെയിൻ റീസൺ ആയിട്ട് വരുന്നത് ഒരുപക്ഷെ നിങ്ങൾ ക്യാമ്പസ് ലോ സെന്റർ ആണെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു നിങ്ങളുടെ അപ്ലിക്കേഷന്, നിങ്ങളൊരു കാൻഡിഡേച്ചറിന് ഒരു റെക്കഗ്നേഷൻ കിട്ടും. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പം അതിന് പുറമെ പിന്നുള്ള വേറൊരു വലിയ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അക്കാഡമിക്സിന് പുറമെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ മെയിൻ ആയിട്ടുള്ളത് ഇവിടുത്തെ സൊസൈറ്റീസിന്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു കോളേജ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെറും ക്ലാസ്സസിന് പുറമെ ഒരുപാട് സൊസൈറ്റീസ് ഉണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി UG ചെയ്ത എല്ലാവർക്കും സ്പെസിഫിക്കലി DUവിൽ ചെയ്ത ആൾക്കാർക്ക് സൊസൈറ്റീസ് എന്നുള്ള ഒരു സൊസൈറ്റിയുടെ വർക്കിംഗ് കൾച്ചർ ഒക്കെ വളരെ അറിയാവുന്നതായിരിക്കും, ഫെമിലിയർ ആയിരിക്കും. അതേപോലെ തന്നെ അതിന്റെ ഗുണങ്ങളും ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്ക് അതിന്റെ ഗുണം വല്ലാണ്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം അവർ എത്രമാത്രം നമ്മളുടെ പല സ്കില്ലുകളും നമുക്ക് തരുന്നുള്ളതായി. ഇപ്പം ഒരുപക്ഷെ നിങ്ങൾ DUവിലുള്ള ആൾക്കാർക്കാണ് ഇനാക്ടസ്, ഡെബ്സോക്ക്, അങ്ങനെയുള്ള ഒരുപാട് സൊസൈറ്റീസ്. അപ്പം അതിനനുസരിച്ചിട്ട് അതേ സൊസൈറ്റികൾ ലോയിലെത്തുമ്പം ലോ ഫാക്കൽറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോന്റെ നേച്ചറിലേക്ക് ഈ സൊസൈറ്റീസിനൊക്കെ വരുന്നുണ്ട്. വളരെ ആക്റ്റീവായിട്ട് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള സൊസൈറ്റി ആയിട്ട് ഇന്ത്യയിൽ തന്നെ ലീഡിങ് ഡെബ്സോക്ക് സൊസൈറ്റി ലോ ഫാക്കൽറ്റിയിലുണ്ട്. അതേപോലെ തന്നെ ലീഗൽ എയ്ഡ് സൊസൈറ്റി ഉണ്ട്. പിന്നെ കോർപ്പറേറ്റ് ലോ സൊസൈറ്റി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. കാരണം ക്യാമ്പസ് ലോ സെന്റർ ഉണ്ട്, 3 സെന്ററുകളിൽ ക്യാമ്പസ് ലോ സെന്റർ ഉണ്ട്. അവരുടെ എപ്പോഴും എല്ലാ മാസത്തിലും 1-2 പ്രാവശ്യം സെഷൻസ് ഉണ്ടാവും. സെഷൻസ് എടുക്കാൻ വരുന്നത് ലീഡിങ് അഡ്വക്കേറ്റ്സ്, കോർപ്പറേറ്റ് അഡ്വക്കേറ്റ്സ് ആയിരിക്കും, ഫേമിലെ പാർട്ട്നേഴ്സ് ആയിരിക്കും. അപ്പം അവരോടൊക്കെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ യൂട്ടിലൈസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പം ഓഫ്ലൈൻ ആണ്, അതിലും കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും. അപ്പം ഇതൊക്കെ തന്നെയാണ് DUവിന്റെ ഒരു എന്താ പറയാ, നിങ്ങളോട് DUവിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് 3 ഇയേഴ്സിൽ നിങ്ങൾ DU നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യുന്നുള്ളത്. ബാക്കി നല്ലൊരു എന്താ പറയാ ഒരു ഇൻസൈറ്റ് തന്നെ ഇതിനു മുന്നേ പറഞ്ഞു. അപ്പം അതിലേക്ക് ഞാൻ ആഡ് ഓൺ ചെയ്തതാണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ സൈഡിൽ നിന്ന്. വേറെ ആർക്കെങ്കിലും നിങ്ങൾ ഡൗട്ട് സ്പെസിഫിക്കലി ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് നിങ്ങൾ ക്വറി തരികയാണെങ്കിൽ ഞാൻ പറയാം. താങ്ക് യു. ഇജാസ് യെസ്, എന്താ ലാസ്റ്റ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നെ? അതായത് ഞാൻ എൻ്റെ ഇത് കഴിഞ്ഞിട്ടു വൈൻഡപ്പ് ചെയ്തു. ഓക്കെ. ML കേൾക്കാവോ? ഓ മറുഫ കേൾക്കാം. ഒന്ന് ചോദിച്ചോ, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലായിട്ടോ. ചാറ്റ് ബോക്സിലോ ക്വയറീസ് നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ മറൂഫൊക്കെയും ഇജാസിന്റെ ഒക്കെ നമ്പറുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ തരും. അപ്പം ഇപ്പൊ ചാറ്റ് ബോക്സിൽ ചോദിക്കാനുള്ളത് ഇവർ നേരിട്ട് ഇവിടെ ഉണ്ട്, 2 പേരും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഒന്ന് ചോദിക്കണം. ക്വയറീസ് അവർ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരും. ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ട്, ഇതാണ് എന്റെ നമ്പർ. എല്ലാവരും ചാറ്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി. മറൂഫ് ഖാൻ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. ആർക്കും വേണമെങ്കിലും മറൂഫ് ഖാൻ എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. അപ്പൊ ബാക്കിയുള്ളവർ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കൂ, നമുക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. ഫീസ് 3 വർഷത്തെ, ഒരു വർഷം 5,000 rupees മാത്രമാണ് ഫീസ്, പ്ലസ് എക്സാം ഫീ. ടോട്ടൽ 21,000 ആയിരിക്കും മൊത്തമായിട്ട്. 22,000.
ഇല്ല, ഡിസ്റ്റൻസ് LLB ഇല്ല. ഡിസ്റ്റൻസ് LLB ബാർ കൗൺസിൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. അത് ഇനി പറ്റില്ല, റെഗുലറായി പറ്റും. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അല്ല, പ്രൈവറ്റ് ഫ്രാഞ്ചൈസിന് മാത്രമൊന്നല്ല, കൗൺസിലൊക്കെ 3 ഇയേഴ്സും ഒക്കെ ഉണ്ടാവും. നോ ഇഷ്യൂ അറ്റ് ഓൾ. ഡിയുവിൽ ക്ലാറ്റ് വൈ അല്ലേ സെലക്ഷൻ? അവിടെ 5 ഇയർ ആണോ 3 ഇയർ ആണോ കേട്ടോ? ഡിയുവിൽ ക്ലാറ്റ് വൈ അല്ല, ഡിയുവിൻ്റെതായിട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്, DU LLB ഡുവറ്റ് നടത്തുന്നത്. അത് 3 ഇയറിന് മാത്രമാണ്, ഡിയുവിൽ 5 ഇയർ ഇല്ല. ആഫ്റ്റർ +2 ഡയറക്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ക്ലാറ്റ് എഴുതണം. ക്ലാറ്റ് എഴുതിയിട്ടാണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്ക് എൻട്രൻസ് എക്സാം ഉള്ളത്, അഡ്മിഷൻസ് ഉള്ളത്. പിന്നെ അതിന്റെ പുറമെ 5 ഇയറില് പിന്നെ ഉള്ളത് ജാമിയ മില്ലിയ ഇസ്ലാമിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. പിന്നെ കേരളത്തിൽ ലോ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് കേരളത്തിലുള്ള 5 ഇയർ ലോ കോളേജസ് കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, എറണാകുളം. അപ്പോൾ ഇത്രയും കോളേജസ് ആണ് ഉള്ളത്. ഇതാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രിഫർ ചെയ്യാം. അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ഇയറിൽ നല്ലൊരു ഓപ്ഷൻ ജാമിയയാണ്. ക്ലാറ്റ് അല്ലെങ്കിൽ ക്ലാറ്റാണ് ഏറ്റവും നല്ലത്. ക്ലാറ്റിൽ 5 ഇയർ എഴുതിയിട്ട് ഏറ്റവും നല്ല നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിൽ കിട്ടുക എന്നുള്ളതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ജാമിയ, അലിഗഡ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കലാണ് നല്ലത്. എൻട്രൻസ് എക്സാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിയുവിന്റെ സിലബസ് ആണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഡിയുവിൽ ലീഗൽ അവയർനെസ്സിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ലീഗൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്ത്യൻ പോളിറ്റി പാർട്ട്, പിന്നെ IPCയിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് പാർട്ട്, ലോ ഓഫ് കോൺട്രാക്റ്റിൽ കുറച്ച് ടേംസ്, പിന്നെ ലോ ഓഫ് ടോർട്ടിന്റെ അകത്ത് വരുന്ന, ലോ ഓഫ് ടോർട്ട് എന്ന് വെച്ചാൽ സിവിൽ റോങ് എന്നാണ് പറയുന്നത് നമ്മൾ, അതിനകത്ത് വരുന്ന കുറച്ച് ടേംസ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഫാമിലി ലോയില് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. ടോട്ടലായിട്ട് DU ലീഗൽ അവയർനെസ് നന്നായിട്ട് നോക്കുന്നുണ്ട്. ഒക്കെ ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണ്, MCQ ആണ്, 100 ക്വസ്റ്റ്യൻ MCQ ആയിരിക്കും. അതില് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് OBC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 50% മാർക്ക് ആൻഡ് അബവ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ കൺഫേം ആണ്. എന്ന് വെച്ചാൽ 400-ലായിരിക്കും മാർക്ക്. 400-ൽ 200-ൽ കൂടുതൽ മാർക്ക്, മൈനസ് മാർക്ക് ഉണ്ടാവും, -1 ഉണ്ടാവും. ഇതൊക്കെ കഴിച്ചിട്ട് 200 ആൻഡ് അബവ് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ DUവിൽ അഡ്മിഷൻ കിട്ടും. ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 230 to 240 ആൻഡ് അബവ് ആണെന്നുണ്ടെങ്കിൽ 230, 240, 230ന്റെ മുകളിൽ ഉണ്ടെങ്കിൽ തന്നെ സാധാരണ കിട്ടാറുണ്ട്. SC ST ആണെന്നുണ്ടെങ്കിൽ 180 ആൻഡ് അബവ്. ഓക്കെ. ഇനി വേറെ 5 ഇയറിന്റെ എൻട്രൻസ് എക്സാം ആണെന്നുണ്ടെങ്കിൽ സിലബസിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അതിൽ ഇംഗ്ലീഷും മാത്സും ഒക്കെ ഒരുപാട് ക്ലീലും, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനിലും ഇംഗ്ലീഷും മാത്സും കറണ്ട് അഫയേഴ്സ് ഒക്കെ കുറെ ചോദിക്കും. ലീഗൽ അവയർനെസ് കുറച്ച് കുറവായിരിക്കും. അങ്ങനെയൊക്കെയാണ്. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ പാറ്റേൺസ് ഉണ്ടാവും. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതത് യൂണിവേഴ്സിറ്റികളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ മതി. അറ്റൻഡൻസ് ക്രൈറ്റീരിയ DUവില് റൂള് പ്രകാരം 70% ഇമ്പോർട്ടന്റ് ആണ്. റൂൾ ഉണ്ട്, പക്ഷേ ഒരിക്കലും അപ്ലിക്കബിൾ അല്ല ഇതുവരെ. ഏതെങ്കിലും സമയത്ത് അപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ അതും പ്രശ്നമാവും. there is a rule 70% 67% അറ്റൻഡൻസ് വേണം എന്നുള്ളത്. DU 5 ഇയർ ഉണ്ടോ? അല്ല, DU 5 ഇയർ ഇല്ല. ഓക്കെ. ആർട്ടിക്കിൾസ് വായിക്കാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ്സ്, ഒന്ന് ലൈവ് ലോ, SEC, ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടേ. SEC, ലൈവ് ലോ, മനുക് പത്ര, പിന്നെ കുറെ ഇതിന്റെ പുറമെ കുറെ ലോന്റെ ജേർണൽസ് ഉണ്ടാവും. ജസ്റ്റ് കോർപ്പസ്, അതുപോലെ തന്നെ ഐപ്ലീഡേഴ്സ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. ഈ SEC ലൈവിലോ അത്യാവശ്യം നല്ല, നിങ്ങൾക്ക് മൊബൈലിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഓരോ ദിവസവും ആർട്ടിക്കിൾസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻട്രൻസ് എക്സാം കേരളത്തിലുണ്ട്, ട്രിവാൻഡ്രം. ലോന് എൻട്രൻസ് വിളിക്കുന്നത് LLB ഓൾറെഡി DU വിളിച്ചിട്ടുണ്ട്, ജാമ്യ വിളിച്ചിട്ടുണ്ട്. BHU വരുന്നത് 5 ഇയർ വരുന്നത് CUET-ന്റെ അണ്ടറിലാണ്. അല്ലാത്തത് ക്ലീൻ്റെത് ഇപ്പൊ വിളിക്കും, വിത്തിൻ 2 വീക്സിൽ ക്ലീ വിളിക്കും.
NLUസിന്റെ ഓൾറെഡി ആപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂയിങ് ആണ്. കഴിഞ്ഞു തോന്നുന്നു, മെയ് വരെ ആപ്ലിക്കേഷൻ ടൈം ഉണ്ട് തോന്നുന്നു. NLUസിന്റെ ഓൾറെഡി ഇൻ പ്രോസസ്സിംഗിലാണ്. ഇതൊക്കെയാണുള്ളത്. എക്സാം ഡേറ്റ് നോട്ടിഫിക്കേഷൻസ്, എക്സാം ഏത് എക്സാമിൻ്റെതാണ്? DUവിൻ്റെതാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഉണ്ടാവുക ഒരു ജൂലൈ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് വീക്ക്. അല്ല, AMUവിന്റെ 5 ഇയർ ലോ CUT അണ്ടറിലല്ല, AMUവിന്റെ തന്നെ എൻട്രൻസ് എക്സാമിലാണ്. BHും ആണ് മാത്രമാണ് 5 ഇയറിൽ. പിന്നെ വേറെയും കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആണ്. ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രാഷ് കോഴ്സ് ടീം ഇൻക്യുബേഷൻ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. മെയ് ഫസ്റ്റ് വീക്ക് മുതൽ ക്ലാസ് ഉണ്ടാവും. ഹോസ്റ്റൽ ചെലവ് വരുന്നത് ഒരു 10,000 അറൗണ്ട് എന്തായാലും ഒരു മാസത്തേക്ക് ഒരാൾക്ക് ഡൽഹിയിൽ ജീവിക്കാനുള്ള ചിലവ് എന്തായാലും ഉണ്ടാവും, റൂം കാര്യങ്ങളൊക്കെ ആയിട്ട്. പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് കരിയർ ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് ഫ്രീലാൻസിങ് വർക്ക്, നമ്മുടെ കരിയറായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക്സ് നോക്കുക. കിട്ടും, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. കേരളത്തിലെ ലോ കോളേജസ്, മെനി ലോ കോളേജസ് ലൈക്ക് കേരള ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് ലോ കോളേജ്, പിന്നെ നോൾസ് ഉണ്ട്, NLUവിന്റെ വരുന്ന കൊച്ചി, പിന്നെ അതിന്റെ പുറമെ കുസാറ്റ് ഉണ്ട്, പിന്നെ വേറെ കുറെ സെൽഫ് ഫൈനാൻസിങ് ഉണ്ട്. ശ്രീയർ LLBയുടെ കൂടെ PG ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഓക്കെ. ഇജാസ് ലൈനിലുണ്ടോ? ഉണ്ട് പറ. ഒന്ന് ആൻസർ ചെയ്യോ? ഞാനൊന്ന് ഈ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ PG ആണല്ലേ? PG ചെയ്യാൻ സാധിക്കുമോ ഡിസ്റ്റൻസ് ആയിട്ട്, അതല്ലേ? അതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം കറന്റ്ലി DUല് ഒരു റെസ്ട്രിക്ഷൻ, പ്രത്യേകിച്ച് DU LLB അല്ല ഫാക്കൽറ്റി ഓഫ് ലോ റൂള് പ്രകാരം DU കോഴ്സ് ചെയ്യുന്ന സമയത്ത് വേറൊരു കോഴ്സ് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് ഇപ്പൊ അങ്ങനെയാണ്. പക്ഷെ ഇപ്പം വളരെ റീസെന്റ് ആയിട്ട് UGCയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഒരേ സമയത്ത് 2 കോഴ്സ് ചെയ്യാന്നുള്ളത്. ഇനിയിപ്പം അതിനനുസരിച്ച് DU ഫാക്കൽറ്റി ഓഫ് ലോ മാറ്റം വരുത്തുന്നത് വരെ ഇപ്പോൾ ഉള്ള ലോ റൂൾ തന്നെ ആയിരിക്കും അപ്ലിക്കബിൾ ആവുന്നത്. അതായത് നിങ്ങൾക്ക് DU ചെയ്യുന്ന സമയത്ത്, DUവിന്റെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് വേറൊരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പം അത് PG എന്തായാലും ഇപ്പോഴുള്ള റൂൾ പ്രകാരം ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോ UGCയുടെ ഇപ്പൊ വന്ന സർക്കുലർ പ്രകാരം മുന്നോട്ട് എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ആ രീതിയിലായിരിക്കും മാറും. റിസൾട്ട് +2 പരീക്ഷ കഴിഞ്ഞിട്ട് 5 ഇയറിന്റെ ആയിരിക്കും നിങ്ങൾ എന്തായാലും നോക്കുന്നത്. അങ്ങനെ 5 ഇയറിൻ്റെതാണെങ്കിൽ ഇല്ല, റിസൾട്ട് വരേണ്ട ഇല്ലല്ലോ, കാരണം അപ്ലിക്കേഷൻ അതിന് മുന്നേ വരും എന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം DUവിന്റെ ഒക്കെ ആ രീതിയിൽ തന്നെയാണ്. അപ്പം സിലബസിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട ഏതാണ്, ഏത് ഇയർ മുതൽ GK ആണ് കൂടുതൽ നോക്കേണ്ടത്? ഇത് DU LLB എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടാണോ ചോദിച്ചത്? അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. ഇതില് DU മെയിൻ ആയിട്ട് നിങ്ങൾ പോളിറ്റി, അതായത് ഇന്ത്യൻ പോളിറ്റി സെക്ഷൻ ഉണ്ട്. അപ്പം അതൊന്നും കൂടി നിങ്ങൾ, കാരണം DUവിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈവൻ ഇപ്പം പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്ന ക്രാഷ് കോഴ്സും അവൈൽ ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ DUവിന്റെ ഒരു പ്രീവിയസ് ഇയർ ട്രെൻഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റി, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ഉള്ളത് ലീഗൽ റീസണിങ്, കോൺട്രാക്ടിന്റെ ടേംസ്. അപ്പം മെയിൻ ആയിട്ട് ഈ ഒരു ഇന്ത്യൻ പോളിറ്റി ഈ ഒരു സെക്ഷനിൽ നോക്കുക. GK കറന്റ് ലാസ്റ്റ് പ്രീവിയസ് ഇയർ ആണ് നോക്കേണ്ടത്. പിന്നെ വെറും പ്രീവിയസ് ഇയറിലുള്ള GK മാത്രം നോക്കേണ്ട, ജനറലി നോക്കുക. ഇന്ത്യൻ പോളിറ്റിക്ക് ലക്ഷ്മികാന്ത് നല്ലൊരു ബുക്കാണ്. പക്ഷെ ലക്ഷ്മികാന്ത് നിങ്ങൾ ഇന്ത്യൻ പോളിറ്റി ഇപ്പൊ ഒരു DU LLB ബേസിൽ നോക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് അത് കവറപ്പ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് നല്ലതാണ്, അഡ്വാൻറ്റേജ് ആണ്. നേരത്തെ തുടങ്ങുന്നവർക്കൊക്കെ ലക്ഷ്മികാന്ത് കവറപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിലി DUവിന്റെ പോളിറ്റി സിലബസ് കവർ ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ DU ലക്ഷ്മികാന്ത് വളരെ വലിയൊരു ബുക്കാണ്, ക്വാളിറ്റി മാത്രമുള്ള ഒരു ബുക്കും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വെറും ആ ഒരു ബുക്കിലേക്ക് മാത്രം ഒരു ചുരുങ്ങി, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണത്. കാരണം ഞാൻ ലക്ഷ്മികാന്ത് നോക്കിയിട്ടാണ് ആദ്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് എന്താ പറയുക, ബാരിസ്റ്റേഴ്സ് അക്കാദമിയുടെ ഒരു ക്രാഷ് കോഴ്സ് ആയിട്ടും അതേപോലെ തന്നെ അത് നമുക്കൊന്നും കൂടി ജിസ്റ്റ് ആയിട്ട്, കാരണം DUവിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ പഠിക്കേണ്ടത് അത് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു സ്കോർ കിട്ടും. പക്ഷെ എല്ലാം പഠിച്ചു പോയിട്ട് ഒരുപക്ഷെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാത്ത ഒരാൾക്കാർ വരെ ഉണ്ട്. അപ്പം എന്താണോ പഠിക്കേണ്ടത് അത് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നല്ല മാർക്ക് കിട്ടും. +2 പരീക്ഷ ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ, റിസൾട്ട് വന്നിട്ട് മാത്രമേ എൻട്രൻസ് CUT എഴുതാൻ പറ്റൂ. പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ? അതെന്തായാലും ഈ ഒരു ഗ്രൂപ്പ് അഡ്മിനുമായിട്ട് ഗ്രൂപ്പിൽ തന്നെ മുന്നോട്ട് ഇനീഷ്യേറ്റ്, എന്തായാലും ഈ മൈത്രിയുടെ ഈ ഒരു ഗ്രൂപ്പ് നിങ്ങളിപ്പോ ഈ മീറ്റിംഗ് ജോയിൻ ചെയ്തൊക്കെ ആ ഗ്രൂപ്പിൽ നിന്നാണ് തോന്നുന്നു. അപ്പം അതിനനുസരിച്ചിട്ട് ഗ്രൂപ്പിൽ എന്തായാലും ആസ്പിരൻസിന്റെ ഒരു ഗ്രൂപ്പ് എന്തായാലും ഉണ്ടാവും. അതിന് പുറമെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്കാണ് അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർ ക്യൂറേറ്റഡ് ഒരു പ്ലാറ്റ്ഫോമിന് അവർക്കും ഉണ്ടാവും. അതല്ലാത്തവർക്കും എന്തായാലും മൈത്രിയുടെ ബിഹാഫിൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടായിരുന്നായിരിക്കും. DUവിന്റെ ക്ലാസ് ടൈമിംഗ് എന്ന് പറയുന്നത്, DUവിന്റെ ക്ലാസ് ടൈമിംഗ് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം നേരത്തെ വലിയൊരു സ്ട്രെസ് കൊടുത്തിട്ടില്ല പറയുമ്പോൾ. അപ്പം അതായത് DUവിൽ 3 സെന്റേഴ്സ് ആണുള്ളത്. അതായത് ക്യാമ്പസ് ലോ സെന്റർ, മെയിൻ ആയിട്ട് DUവിനെ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സെന്റർ ക്യാമ്പസ് ലോ സെന്റർ, ലോ സെന്റർ 1, ലോ സെന്റർ 2. ഈ ക്യാമ്പസ് ലോ സെന്റർ എന്ന് പറയുന്നത് പ്രോപ്പർ നമ്മുടെ ഒരു ഡേ ടൈം സ്കെഡ്യൂൾ ആയിട്ട്, അതായത് ഒരു 9 to 3 അങ്ങനെയാണ്. അതായത് ഒരു ഫിക്സഡ് സ്കെഡ്യൂൾ അല്ല. അതായത് നിങ്ങൾക്ക് 9 ക്ലാസ് ഉണ്ടാവും, പിന്നെ ഒരു 11 ക്ലാസ് ഉണ്ടാവും, ഒരു 1 ക്ലാസ് ഉണ്ടാവും, 3 അത് ഓരോ ദിവസവും ഓരോ ക്ലാസ് ആണ്, ഓരോ ടൈം ടേബിൾ ആണ്. LC2 എന്ന് പറയുന്നത് മോർണിംഗ് ബാച്ച് ആണ്, കുറച്ചും കൂടി ഏർലി മോർണിംഗ് ബാച്ച് ആണ്. അതായത് ഓൾമോസ്റ്റ് 8 തുടങ്ങിയിട്ട് 8 o'clock തുടങ്ങിയിട്ട് ഒരു ഉച്ച 12:30-1 മണിന്റെ ഉള്ളിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് LC1 ആണ്, ഈവനിങ് ബാച്ച് ആണ്, 5 to 9 ആണ്, ഈവനിങ് ബാച്ചും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് 3 ബാച്ചും നല്ല തന്നെയാണ്. അതിൽ കമ്പാരിറ്റീവ്ലി എല്ലാവരോടും നമ്മൾ പൊതുവെ പ്രിഫർ ചെയ്യാൻ പറയാറ് ക്യാമ്പസ് ലോ സെന്റർ ആണ്. റാങ്ക് വൈസും DUവിൽ റാങ്ക് ഏറ്റവും മുകളിൽ റാങ്ക് ഉള്ളവർക്കും ക്യാമ്പസ് ലോ സെന്റർ ആണ് കിട്ടാറ്. അത് പ്രിഫർ ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. പൊതുവെ എല്ലാവരും ഇപ്പൊ ഈ മീറ്റിംഗിലുള്ള എൻട്രൻസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി അതാണ്. അതായത് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഈ 3 സെന്ററിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഈ ഒരു, നിങ്ങൾക്കിപ്പം പെപ്പിന്റെ ക്രാഷ് കോഴ്സിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ക്യൂറേറ്റേഴ്സ്, നിങ്ങൾക്ക് കോഴ്സ് ക്യൂറേറ്റേഴ്സ് നല്ലൊരു സെഷൻ തന്നെ ഇതിൽ തരുന്നതായിരിക്കും. ഏത് സെന്റർ എടുക്കണം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതാണ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു സെഷൻ തരാൻ എന്തായാലും അവർ തരുന്നതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ സമയത്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതിലൊരിക്കലും മിസ്റ്റേക്ക് വരുത്തരുത്. ഒരു പ്രാവശ്യം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ 3 സെന്റേഴ്സിൽ 3 ഇയറും ആ സെന്ററിലായിരിക്കും പഠിക്കേണ്ടി വരിക. പക്ഷെ ഈ 3 സെന്ററും ഒരേ ക്യാമ്പസിന്റെ ഉള്ളിലാണ്, തൊട്ടടുത്ത് തന്നെയാണ്, 100 മീറ്റർ അടുത്ത വ്യത്യാസത്തിലാണ് ക്യാമ്പസ് ഉള്ളത്. അപ്പൊ ടൈമിങ് ആ ഒരു കാര്യത്തിലാണ്. UGക്ക് ശേഷം PG ആണോ LLB ആണോ നല്ലത്? എനിക്കൊരു കോളേജ് പ്രൊഫസർ ആകാനാണ് ഇൻട്രസ്റ്റ്. ഇതിലൊരു UGക്ക് ശേഷം UG നിങ്ങൾ ഏതാണോ ചെയ്തത് അതിൽ PG എടുത്ത് നിങ്ങൾക്ക് അതിൽ നെറ്റ് JRF ചെയ്ത് PhD ഹയർ സ്റ്റഡീസ് നോക്കുകയാണെങ്കിലാണ് നിങ്ങൾക്കൊരു ആ ഒരു സബ്ജക്ട് പെർസെ നിങ്ങൾക്ക് അതിൽ എക്സൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൊരു നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളൊരു ആഗ്രഹമായിട്ട് ഒരു പ്രൊഫസർ ആവാനൊക്കെ ഉള്ളത് ചാൻസ് ഉള്ളത്. അതല്ല നിങ്ങൾ LLB എടുക്കുകയാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ആ ചാൻസ് അവിടെ കഴിയുന്നില്ല. കാരണം LLB എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്, ആ ഒരു വലിയ സേഫ്റ്റി ഉണ്ട്. നിങ്ങൾ എത്രമാത്രം നിങ്ങൾ എഫോർട്ട് ഇടുന്നു അത്രയും അനുസരിച്ച് റിസൾട്ട് വരും. പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ സ്റ്റിൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പ്രൊഫസർ ആവാനുള്ള ഇൻട്രസ്റ്റ് അത്രയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് UG അതായത് ലോ കഴിഞ്ഞ് 3 ഇയർ കഴിഞ്ഞ അപ്പൊ തന്നെ നിങ്ങൾക്ക് നെറ്റ് എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ഇതിലും PhD ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രൊഫസർ ആവാവുന്നതാണ്. +2 സജീറിന്റെ ഒരു ക്വസ്റ്റ്യൻ, +2 പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ, റിസൾട്ട് വന്നിട്ട് മാത്രമേ എഴുതാൻ പറ്റൂ. ഇത് സജീർ ക്വസ്റ്റ്യൻ ആയിട്ടാണോ പറയുന്നത്? ഇതിന്റെ CUTയുടെ അത് മൈത്രിയുടെ ആരെങ്കിലും കൺസേൺ ആയിട്ടുള്ള ആർക്കും ഇതിൽ ആൻസർ ഉണ്ടോ? CUTയുടെ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു വലിയൊരു എന്താണ് അതിന്റെ അറിയോ? ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമോ? എന്താണ് ചോദിച്ചത്? CUTയുടെ അപ്ലിക്കേഷൻ +2 പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ, റിസൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ, എൻട്രൻസ് എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അപ്പം അത് എന്തായാലും വരാത്തോ ഇപ്പൊ പ്രശ്നമല്ല, ഇപ്പൊ നമുക്ക് രജിസ്റ്റർ ചെയ്യാം CUTക്ക് വേണ്ടി.
ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അത് ക്ലാരിഫൈ. പിന്നെ ഇംഗ്ലീഷ്. ഓക്കെ, ഞങ്ങൾ മൈത്രിയുടെ ഒരാൾ നമ്പർ ചാറ്റ് ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പാർട്ടിസിപ്പൻസ് എല്ലാവരും ആ നമ്പർ നോട്ട് ചെയ്തോളൂ. എന്ത് CUT-യുടെയോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഇവരെന്തായാലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. LLB കഴിഞ്ഞാൽ പിന്നെ PG ചെയ്യേണ്ട ആവശ്യമുണ്ടോ? LLB കഴിഞ്ഞാൽ ഇല്ല, കാരണം UG PG ചെയ്യാന്നുള്ളത് പിന്നെ LLM ഉണ്ട്. ഒബ്വിയസ്ലി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, കാരണം LLBയും ഒരു UG കോഴ്സ് ആണ്. LLM നിങ്ങൾക്ക് ചെയ്യാം. അത് ആ സമയത്തുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്. ഇപ്പം ഒരുപാട് ആൾക്കാർ ഇന്ത്യയുടെ പുറത്ത് പോയിട്ട് LLM ചെയ്യുന്നവരുണ്ട്. സ്കോപ്പ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ UK, US, കാനഡ അവിടെയൊക്കെ പോയി ചെയ്യുന്നവരുണ്ട്. അത് വലിയ അതിന് നമ്മുടെ ഇന്ത്യൻ LLB എടുത്താൽ മാത്രം മതി. ഒരു ക്വാളിഫിക്കേഷൻ എന്തായാലും വേണം. പിന്നെ ഇന്ത്യയിൽ നിന്ന് LLM എടുക്കുന്ന ഒരുപാട് ക്ലാറ്റ് എക്സാം തന്നെ PGയുടെ ക്ലാറ്റ് എഴുതിയിട്ട് LLM ചെയ്യുന്നവരുണ്ട്. PG എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അത് നിങ്ങളെ ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ +2 എൻട്രൻസ് ആണ്, ഏത് എൻട്രൻസ് ആണ് 5 ഇയർ LLBക്ക് നല്ലത്? അതിൽ ഉറപ്പായിട്ടും ഒരു ആൻസർ എന്ന് പറയുന്നത് ക്ലാറ്റ് തന്നെയാണ്. പിന്നെ ക്ലാറ്റ് എഴുതുക, പിന്നെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിന്റെ എൻട്രൻസ്, സ്പെസിഫിക്കലി ബാംഗ്ലൂർ ലോ യൂണിവേഴ്സിറ്റി, NLU ബാംഗ്ലൂരിന്റെ അവരുടെ എൻട്രൻസ് വേറെ തന്നെ തോന്നുന്നു. പിന്നെ അതിന് പുറമെ പ്രൈവറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷെ ഒബിയസ്ലി നിങ്ങൾ ക്ലാറ്റിൽ നല്ല സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും NLUസിന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. NLUസിൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ നുവാൽസ് ഉണ്ട്, കൊച്ചി നുവാൽസ് ഉണ്ട്, 5 ഇയേഴ്സിന് ബെസ്റ്റ് ആണ്. അപ്പം അതിനനുസരിച്ച് നിങ്ങളെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാം. ഹലോ 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 പിന്നെ നമ്മള് എക്സാമിൽ UGക്ക് ശേഷം LLB എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ PG ചെയ്യണോ? എങ്ങനെ ക്ലിയർ ആയിട്ടില്ല? നെക്സ്റ്റ് എക്സാം JRF എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ LLB എടുത്ത് കഴിഞ്ഞ PG വീണ്ടും ചെയ്യണോ? ഇല്ല, LLB ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. മാറൂഫ് അവൈലബിൾ ആണോ പാനലിൽ? ഇത് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്തായാലും മാറൂഫിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് കാരണം ഞാനത് നിങ്ങൾക്ക് ഒരു റോങ് ഇൻഫർമേഷൻ തരുന്നതിൽ നല്ലത്. അതുകൊണ്ട് ക്ലാരിറ്റി എന്തായാലും മാറൂഫിന്റെ കോൺടാക്ട് നമ്പർ ഇതിൽ എന്തായാലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരു പെർസെൻറ്റേജ് വൈസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ട്. കാരണം DUല് ക്വാളിറ്റി കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഈക്വലി സ്കോറിംഗ് ഏരിയയും കൂടിയാണ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങൾ എന്തായാലും ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ നോക്കുക. DUയുടെ പാറ്റേൺ ഓൾറെഡി ഇപ്പം നിങ്ങൾക്കിപ്പം പെപ്പിന്റെ ഒക്കെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു സ്ട്രക്ചർ അവർ പറഞ്ഞുതരും. അപ്പം ആ ഒരു സ്ട്രക്ചറിലൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അവർ പറയുന്ന അവരുടെ കോഴ്സ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മാത്തമാറ്റിക്സ് ഇൻ ക്ലാറ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല. ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസിന് പെപ്പിന്റെ കൺസേൺ റെപ്രസെന്റേറ്റീവിന്റെ കോൺടാക്ട് നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ? മൈത്രി ആരെങ്കിലും അവരെ കോൺടാക്ട് ചെയ്താൽ അവർ പ്രോപ്പർ ആയിട്ട് ഫർദർ ഡീറ്റെയിൽസ് പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തൂടെ? ഒരു വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം മാത്തമാറ്റിക്സ് സെക്ടർ ഇൻ ക്ലാറ്റ് എക്സാമിനേഷൻ? ക്ലാറ്റ് എക്സാമിനേഷൻ്റെത് എനിക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ 3 years LLB ആണ് പ്രിപ്പയർ ചെയ്തതും അതിനു വേണ്ടി ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയത്. അതും നിങ്ങൾക്ക് നേരത്തെ മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മാറൂഫിനെ കോൺടാക്ട് ചെയ്താൽ അവരുടെ അല്ലെങ്കിൽ പെപ്പിന്റെ ആളുകളെ കോൺടാക്ട് ചെയ്താൽ അവർ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഗൈഡൻസ്, കാരണം അവർ 5 yearsഉം 3 yearsഉം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ക്രാഷ് കോഴ്സസ്. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് നോക്കാവുന്നതാണ്. എമിൽ, നമുക്കെന്നാ ഇവന്റ് വേറെ ക്വസ്റ്റ്യൻസ് ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ആർക്കെങ്കിലും ഗ്രൂപ്പില് ക്വയറീസ് ഉണ്ടെങ്കിലും മൈത്രിയായിട്ട് ബന്ധപ്പെടുക. കാരണം ബന്ധപ്പെട്ടവരുടെ നമ്പർ നമ്മൾ ഹെൽപ്പ് ഡെസ്കിൽ ആഡ് ചെയ്യാം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ എല്ലാവരുടെയും കോൺടാക്ട് നമ്പർ നമ്മൾ തരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇനി ഉണ്ടാവും, ക്വയറീസ് ഒക്കെ എന്തായാലും ഇനി ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം മൈത്രിയുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ സാലി ഇപ്പം ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബന്ധപ്പെടുക. വാട്സപ്പിൽ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തീർക്കാം. അപ്പം നമുക്ക് പ്രോഗ്രാം പതിയെ വൈൻഡ് അപ്പ് ചെയ്യാം. അതിനായിട്ട് നന്ദി പറയാനായിട്ട് സ്റ്റെഫി ജെസാമിനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ LLB-നെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കി തന്ന ഇജാസിക്കാനും പിന്നെ മറൂഫിക്കാനും പിന്നെ ടീം ഇൻക്യുബേഷനോടും ഉള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ സംശയങ്ങളൊന്നും ഇപ്പോൾ ഉള്ളവരിൽ ആർക്കും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈത്രിയായിട്ട് ബന്ധപ്പെടുക. നമ്മൾ കോൺടാക്ട് നമ്പർ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക, ഹെൽപ്പ് ഡെസ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. യു ഗൈസ് ക്യാൻ ലീവ് നൗ.